السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യങ്ങളായി പഠിപ്പിച്ച 6 കാര്യങ്ങൾ: أن تؤمن بالله وملائكته وكتبه ورسله واليوم الآخر والقدر خيره وشره. അള്ളാഹുവിലുള്ള വിശ്വാസം, അവൻ്റെ മലക്കുകളിൽ, അവൻ്റെ കിതാബുകളിൽ, അവൻ്റെ റസൂലുകളിൽ, അന്ത്യനാളിൽ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഖദറിൽ, ഈ പറഞ്ഞ കാര്യങ്ങളിലുള്ള വിശ്വാസം, അതാണ് ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. ഈ 6 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം, എല്ലാ അടിത്തറകളുടെയും അടിസ്ഥാനം എന്ന് പറയാവുന്ന കാര്യം അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം 4 അടിത്തറകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അൽ ഈമാനു ബി വുജൂദില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസമാണ്. നിരീശ്വരവാദികളോ നിർമ്മതവാദികളോ മതനിഷേധികളോ പറയുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇല്ല, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അവൻ്റെ ദീനിൻ്റെ ഏറ്റവും വലിയ അടിത്തറ, അതിൻ്റെ തുടക്കം തന്നെ, അതിൻ്റെ ആരംഭം തന്നെ തകർന്നു കഴിഞ്ഞു. അതാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചത്. ബാക്കിയുള്ള 3 അടിത്തറകൾ: ഒന്ന് അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ് വൽ ഈമാനു ബി ഉലൂഹിയത്തില്ലാഹി വൽ ഈമാനു ബി അസ്മാഇല്ലാഹി വസിഫാത്തിഹി. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസം, അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ് എന്ന വിശ്വാസം, അള്ളാഹുവിൻ്റെ അസ്മാകളിലും അവൻ്റെ നാമങ്ങളിലും സിഫാത്തുകളിലും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലും വിശ്വസിക്കും. അൽ ഈമാനു ബി റുബൂബിയത്തില്ലാഹ്, അതിനെക്കുറിച്ചാണ് ഇന്ന് നമുക്ക് വിവരിക്കാനുള്ളത്. അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ് എന്ന് വിശ്വസിക്കുക എന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹുവ ഇഫ്റാദുല്ലാഹി ഫി അഫ്ആലിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണ് എന്ന് വിശ്വസിക്കലാണ് അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ, അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ, അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളിൽ അവൻ ഏകനാണ്. ആ കാര്യങ്ങളിൽ അവന് ഒരു പങ്കാളിയില്ല, അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ അള്ളാഹുവിന് തുല്യനായി ഒരാളില്ല, സമനായി ഒരാളില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ അള്ളാഹുവിന് സഹായിയായി ഒരാളില്ല. അല്ലെങ്കിൽ ആ കാര്യങ്ങളിൽ അള്ളാഹുവിനെ ഏതെങ്കിലും അർത്ഥത്തിൽ പിന്തുണക്കുന്ന, അവന് ബലം നൽകുന്ന, അവനെ സഹായിക്കുന്ന ഒരാളുമില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ്. എന്താണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം? നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നമുക്ക് അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് അള്ളാഹുവാണ് ആകാശഭൂമികളെ പടച്ചത് എന്ന കാര്യം. നോക്കൂ, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അതൊരു പ്രവർത്തനമാണ്. ആകാശഭൂമികളെ അവൻ സൃഷ്ടിച്ചു എന്നത്, അതിൽ അള്ളാഹു ഏകനാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ അവന് വല്ല പങ്കാളിയുമുണ്ടോ? ആകാശഭൂമികളെ പടക്കുന്നതിൽ ആരെങ്കിലും അവനോടൊപ്പമുണ്ടോ? അവനൊരു സഹായിയുണ്ടോ? ഒരാളുമില്ല. സൃഷ്ടിപ്പിൽ അള്ളാഹു ഏകനാണ്. അവൻ്റെ ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിൽ, ഒരു അണുമണിത്തൂക്കമെങ്കിലും പടക്കുന്നതിൽ സൃഷ്ടികളിൽ യാതൊരാൾക്കും തന്നെ ഒരു പങ്കുമില്ല. മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, ഇവർക്കാർക്കും തന്നെ യാതൊരു പങ്കുമില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ് അർ-റസ്ഖ്. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത് എന്നത്, ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ് എന്നത്. അതിൽ അവന് ഏതെങ്കിലും ഒരു പങ്കാളിയുണ്ടോ? ഒരു നബിയോ വലിയോ ഒരു ജിന്നോ ഒരു മലക്കോ മറ്റേതെങ്കിലും സൃഷ്ടികളോ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകുന്ന ഉപജീവനത്തിൽ അവന് പങ്കാളിയായി ഉണ്ടോ? ഇല്ല.
അള്ളാഹു മാത്രമാണ് റസ്സാഖായിട്ടുള്ളവൻ, അവൻ മാത്രമാണ് ഉപജീവനം നൽകുന്നവൻ. അവൻ ഉപജീവനം നൽകിയിട്ടില്ലെങ്കിൽ ഒരാൾക്കും ഉപജീവനം നൽകപ്പെടുകയില്ല. ഇതുപോലെ തന്നെ അൽ ഇഹ്യാ വൽ ഇമാത, അള്ളാഹുവാണ് ജീവൻ നൽകുന്നവൻ. ആർക്കെങ്കിലും ജീവൻ നൽകാൻ സാധിക്കുമോ? ഇല്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സർവ്വ മലക്കുകളും സർവ്വ ജിന്നുകളും സർവ്വ മനുഷ്യരും ഒരുമിച്ചാലും അവന്റെ ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. ഒരാൾ മരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തടയിടാൻ ഒരാൾക്ക് സാധിക്കുമോ? ഇല്ല. അള്ളാഹുവാണ് മരിപ്പിക്കുന്നത്. യുഹ്യി വ യുമീത്, അവനാണ് ജീവൻ നൽകുന്നത്, അവനാണ് മരിപ്പിക്കുന്നത്. ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളിൽ അള്ളാഹു ഏകനാണ്. അവൻ നിശ്ചയിച്ചതു പ്രകാരമല്ലാതെ അത് സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അൽ ഖദാഉ വൽ ഖദർ. അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ കാര്യങ്ങളും വിധിച്ചത്, തീരുമാനിച്ചത്, ഉദ്ദേശിച്ചത്, നിയന്ത്രിച്ചത്. അവനാണ് സർവ്വതിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ഇല പോലും ഞെട്ടറ്റു വീഴുമ്പോൾ അത് അതിന്റെ താഴേക്ക് പതിക്കുന്ന സന്ദർഭത്തിൽ അത് എങ്ങനെ പതിക്കണം, എങ്ങനെ ചലിക്കണം, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. وما تسقط من ورقة إلا يعلمها ولا حبة في ظلمات الأرض ولا رطب ولا يابس إلا في كتاب مبين. ഒരു ഇല പോലും വീഴുന്നില്ല അള്ളാഹു അറിയാതെ. അവന്റെ തീരുമാനപ്രകാരമാണ് അതെല്ലാം സംഭവിക്കുന്നത്. നോക്കൂ, ഇത് അള്ളാഹുവിന്റെ പ്രവൃത്തിയാണ്, നിയന്ത്രണം, തദ്ബീർ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് അൽ അതാഉ വൽ മൻഅ. അള്ളാഹുവാണ് അൽ മുഅ്തിൽ മാനിഅ. അള്ളാഹുവാണ് നൽകുന്നത്, അവനാണ് തടഞ്ഞു വെക്കുന്നത്. കുഞ്ഞുങ്ങളെ നൽകുന്നവൻ അവനാണ്. അവൻ നൽകിയവർക്ക് മാത്രമേ കുഞ്ഞുണ്ടാവുകയുള്ളൂ. അള്ളാഹുവാണ് തടഞ്ഞു വെക്കുന്നത്. ചിലരെ വയജ്അലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്നവരെ വന്ധ്യരാക്കുന്നത്, കുട്ടികളെ നൽകാതിരിക്കുന്ന റബ്ബാണ് സുബ്ഹാനഹു വ തആല. ഇതെല്ലാം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാണ്. ഈ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ മഴ പെയ്യിക്കുന്നത്, ജീവൻ നൽകുന്നത്, മരിപ്പിക്കുന്നത്, ഉപജീവനം നൽകുന്നത്, സൃഷ്ടിച്ചത്, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നതാണ് തൗഹീദു അർ-റുബൂബിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശുദ്ധ ഖുർആനിൽ സൂറത്തു ആല ഇംറാനിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ, നബിയെ പറയുക, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. إذن ربوبية. പറയുക നബിയെ, അല്ലാഹുമ്മ, അല്ലാഹുവേ, മാലിക്കൽ മുൽക്ക്, അധികാരത്തിന്റെ ഉടമസ്ഥനായവനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഉടമസ്ഥാവകാശം നൽകുന്നു, അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നീ അത് എടുത്തു കളയുന്നു. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, ഉദ്ദേശിക്കുന്നവരെ നീ പ്രതാപവാന്മാരാക്കുന്നു, നീ ഉദ്ദേശിക്കുന്നവരെ നിന്ദ്യരാക്കുന്നു. ബിയദിക്കൽ ഖൈർ, സർവ്വ നന്മകളും നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. തൗഹീദുർ റുബൂബിയ്യ. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, തൂലിജുൽ ലൈല ഫിൻ നഹാരി വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാത്രിയെ നീ പകലിൽ പ്രവേശിപ്പിക്കുന്നു, പകലിനെ നീ രാത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, ജീവനുള്ളതിനെ മരിച്ചതിൽ നിന്ന് നീ ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നു. നിർജീവമായ ബീജം ഘട്ടം ഘട്ടമായി അത് വളരുകയും അതിൽ ജീവനുള്ള ഒരു മനുഷ്യൻ രൂപപ്പെടുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിർജീവമായ കോഴിമുട്ടയിൽ നിന്ന്, താറാവിന്റെ മുട്ടയിൽ നിന്ന് ജീവനുള്ള ഒരു കോഴി പുറത്തു വരുന്നു, താറാവ് പുറത്തു വരുന്നു. അതുപോലെ തന്നെ വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനുള്ളതിൽ നിന്ന് നീ നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നു. നോക്കൂ, മരിച്ചുപോയ മനുഷ്യനെ നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ, അയാളുടെ കൈകൾ അറുത്തുമാറ്റപ്പെട്ടാൽ, അയാളുടെ കണ്ണിന്റെ കാഴ്ച പോയാൽ,
സംസാരിക്കാനുള്ള കഴിവ് പോയാൽ, അതുപോലെ മണക്കാനുള്ള കഴിവ് പോയാൽ, കേൾക്കാനുള്ള കഴിവ് പോയാൽ, അപ്പോഴൊക്കെ അയാൾ മനുഷ്യനാണ്. അയാളുടെ പേരിന് മാറ്റമില്ല, അയാളെ നമ്മൾ പരിഗണിക്കുന്ന രൂപത്തിൽ വ്യത്യാസമില്ല. അയാളെ കൈ മുറിച്ചു മാറ്റി പേര് നമ്മൾ പകുതിയാക്കോ? ഇല്ല, അയാളുടെ പേരെന്തായിരുന്നു അതേ പേര് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. പക്ഷെ അയാളുടെ അടുത്തുനിന്ന് റൂഹ ഇല്ലാതെ ആയി കഴിഞ്ഞാലോ അയാൾ വ്യത്യസ്തനായി, അതോടുകൂടി അയാൾ മയ്യത്തായി. എല്ലാം ഉണ്ട്. ആരാണ് റൂഹിനെ സൃഷ്ടിച്ചത്, അതിനെ സംവിധാനിച്ചത്? അള്ളാഹുവാണ് സുബ്ഹാനഹു വ തആല. റുബൂബിയ്യ എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം ബോധ്യപ്പെടുത്തുന്ന, അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ എന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. നാം അള്ളാഹുവിന്റെ അടിമയാണ്. അവനാണ് നമ്മെ പഠിച്ചത്, അവനാണ് നമ്മുടെ ഉടമസ്ഥൻ, അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നത്. ഉലമാക്കൾ പറഞ്ഞ ഈ 3 കാര്യങ്ങൾ, അൽ ഖൽഖു വൽ മുൽക്കു വൽ തദ്ബീർ, ഇതാണ് റുബൂബിയത്തിന്റെ അടിത്തറകൾ. അൽ ഖൽഖു വൽ മുൽക്കു വൽ തദ്ബീർ. അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് അധീനപ്പെടുത്തിയത്, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. ഈ 3 കാര്യങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് പങ്കാളികളില്ല. സൃഷ്ടിപ്പ് നോക്കൂ നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഖല്ലാഖായിട്ടുള്ളവൻ, അങ്ങേയറ്റത്തെ സൃഷ്ടാവ്, അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ. ചില ആളുകൾ ചോദിച്ചേക്കാം, മനുഷ്യർ സൃഷ്ടിക്കുന്നില്ലേ? നമ്മൾ കാറുണ്ടാക്കി, ടേബിൾ ഉണ്ടാക്കി, വീടുണ്ടാക്കി, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു വളരെ എളുപ്പമാണ്. പണ്ഡിതന്മാർ പറയാതെ തന്നെ നോക്കൂ, നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും മനുഷ്യരുടെ സൃഷ്ടിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അള്ളാഹു ഇല്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്നാണ് അവൻ ഉണ്ടാക്കിയത്, ഒന്നുമില്ലായിരുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പ് മുഴുവൻ എന്താണ്? ഉള്ള വസ്തുക്കളുടെ രൂപം മാറ്റുക എന്നതാണ്. അതിലപ്പുറത്ത് അവന് സാധിക്കുകയില്ല. ഇല്ലാത്ത ഒരു വസ്തുവിനെ ഉണ്ടാക്കുക എന്നത് അവന് കഴിയില്ല. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ, മനുഷ്യനൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ലേ, അവൻ ഒന്നുമാകാതിരുന്ന, പറയപ്പെടാവുന്ന യാതൊന്നുമല്ലാതിരുന്ന ഒരു കാലം. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ ബദീഅ, എന്താ ബദീഅ എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? പുത്തനാചാരം, മുൻമാതൃകയില്ലാത്തത്. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒരു മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അവൻ. ഫാത്തിറുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ ശൂന്യതയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവനാണ് അവൻ. നോക്കുക, സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ ശക്തി എത്ര വലുതാണ്, എത്ര വലിയ സൃഷ്ടിപ്പാണ് അവൻ പഠിച്ചിരിക്കുന്നത്. ഈ ഖൽഖ് എന്ന് പറയുന്നത്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത് എന്നത് റുബൂബിയത്തിന്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ അൽ മുൽക്ക്, അള്ളാഹുവിന്റെ അധികാരം എന്നത്, സർവ വസ്തുക്കളും അള്ളാഹുവിൻ്റെതാണ്, എല്ലാം അള്ളാഹുവിൻ്റെതാണ്, അവൻ്റേതല്ലാത്ത യാതൊന്നുമില്ല. അപ്പൊ നീ പറഞ്ഞേക്ക്, എൻ്റെ വീട് എൻ്റെതാണല്ലോ, ഏറ്റവും ചുരുങ്ങിയത് എൻ്റെ ശരീരമെങ്കിലും എൻ്റെതാണല്ലോ. ഇല്ല, ഇതൊന്നും നിന്റേതല്ല. ഈ പറഞ്ഞതെല്ലാം ചിലർ പറഞ്ഞതുപോലെ അൽ മുൽക്കു ഇമ്മാ തുഫാരിഖുഹു ഔ യുഫാരിഖുക്, അൽ മുൽക്കു ഇമ്മാ തുഫാരിഖുഹു ഔ യുഫാരിഖുക്, ഏതൊരു അധികാരവും ഒന്നല്ലെങ്കിൽ നീ അതിനെ വിട്ടുപിരിയും, അല്ലെങ്കിൽ അത് നിന്നെ വിട്ടുപിരിയും. ഏത് സമ്പത്തും അങ്ങനെയാണ്, ഒന്നല്ലെങ്കിൽ നീ മരിച്ചു പോകും, അതോടുകൂടി അധികാരം നിന്റെ കയ്യിൽ നിന്ന് ആ നിമിഷത്തോടുകൂടി പോയി, ആ നിമിഷം അതില്ലാതെയായി. അല്ലെങ്കിൽ അധികാരം നിന്നെ വിട്ടുപിരിയും, ചിലപ്പോൾ ഒരാൾക്ക് നീ അത് വിറ്റുപോയേക്കാം, അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചേക്കാം. ഏതൊരു അധികാരവും മനുഷ്യന്റെ കയ്യിലുള്ളതെല്ലാം വളരെ ചുരുങ്ങിയതാണ്. എൻ്റെ വീട് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? എൻ്റെ അപ്പുറത്തുള്ള വീട് അതെൻ്റേതല്ല, പക്ഷെ റബ്ബിൻ്റെതോ സുബ്ഹാനഹു വ തആല അവൻ്റേതാണ്. മാലിക്കുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെല്ലാം അവൻ്റേതാണ്. അള്ളാഹു അല്ലാത്തതായി എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം ഉടമസ്ഥൻ അവനാണ്, അവൻ്റേതല്ലാത്ത ഒന്നുമില്ല. അള്ളാഹു റബ്ബാണ് എന്നതിൻ്റെ അർത്ഥങ്ങളിൽ പ്രധാനപ്പെട്ടതാണത്. 3 അത്തദ്ബീർ, അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് എന്ന കാര്യം. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് പുറത്ത് ഒരു വസ്തു പോലും പോകുന്നില്ല, ഒരു കാര്യം പോലും അള്ളാഹു ഉദ്ദേശിച്ചതിന് പുറത്ത് ഒരു ചെറിയ മൺതരി പോലും അനങ്ങുകയില്ല. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ. 'റബ്ബിന്റെ' 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 '
ഖുദ്റത്ത് എത്ര വലുതാണ്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചെറിയ മകനായ ഇബ്നു അബ്ബാസിന് പറഞ്ഞു കൊടുത്തില്ലേ, നോക്കൂ, തൗഹീദ് റുബൂബിയ്യ എന്നത് ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ അതുണ്ടാക്കുന്ന സ്വാധീനമാണ്. ഇബ്നു അബ്ബാസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്. സർവ്വജനങ്ങളും നിനക്കൊരു ഉപകാരം, യൻഫഉക ബിശൈ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു ചെറിയ ഉപകാരം നിനക്ക് ചെയ്യാൻ വേണ്ടി സർവ്വജനങ്ങളും ഒരുമിച്ച് കൂടിയാലും ലം യൻഫഉക ബിശൈഇൻ, അവർക്ക് നിനക്കൊരു ഉപകാരവും ചെയ്യാൻ കഴിയില്ല, ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക്, അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തിയതല്ലാതെ. വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യദുറൂക ബിശൈഇൻ ലം യദുറൂക ബിശൈഇൻ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക്. നേരെ തിരിച്ചും, സർവരും നിനക്കൊരു ഉപദ്രവം ഒരുമിച്ച് ഉദ്ദേശിച്ചാലും, ചെറിയ ഒരു ഉപദ്രവം, എന്നിട്ട് ഒരു രോമം പുറത്തേക്ക് എടുക്കാൻ ഉദ്ദേശിച്ചാലും, ലം യദുറൂക ബിശൈ, അവർക്ക് നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ഇല്ലാ ഖദ് കതബഹു അല്ലാഹു അലൈക്, അല്ലാഹു നിനക്കെതിരെ അത് രേഖപ്പെടുത്താത്തടത്തോളം. സുബ്ഹാനല്ലാഹ്. തൗഹീദ് റുബൂബിയ്യ എന്നത് ഈമാനിന്റെ അടിത്തറകളിൽപ്പെട്ടതാണ്. അല്ലാഹുവിലുള്ള ഈ വിശ്വാസം എന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കാതെ ഒരു കാര്യം നടക്കുകയില്ല. അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് സർവ്വതുമുള്ളത്. തദ്ബീർ എന്നത്, അള്ളാഹുവിന്റെ നിയന്ത്രണം എന്നത് റുബൂബിയ്യത്തിന്റെ അടിത്തറകളിൽ, അസ്ലുകളിൽ പെട്ടതാണ്. നീ പറഞ്ഞേക്ക എനിക്ക് നിയന്ത്രണമുണ്ടല്ലോ, ഞാനാണല്ലോ നിയന്ത്രിക്കുന്ന ഈ കാര്യങ്ങൾ. ഇല്ല, നിന്റെ നിയന്ത്രണം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹു ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിക്കുക പോലുമില്ല. നിങ്ങളൊരു കാര്യം ഉദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഉദ്ദേശമില്ലാതെ നിങ്ങൾക്കൊരു കാര്യം ഉദ്ദേശിക്കുക പോലും സാധ്യമല്ല. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പൊ ഇതാണ് തൗഹീദു അർ-റുബൂബിയ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിൽ ജുംല, മൊത്തത്തിൽ ചുരുക്കി പറഞ്ഞാൽ, തൗഹീദ് റുബൂബിയ്യ എന്നതിന്റെ ഈ പ്രധാന അടിത്തറകൾ പൊതുവെ എല്ലാ കാലഘട്ടത്തിലും നബിമാരുടെ ശത്രുക്കളായി നിലകൊണ്ടിരുന്ന മനുഷ്യർ അംഗീകരിച്ച കാര്യമാണ്. അള്ളാഹുവാണ് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് മുദബ്ബർ. ഇത് പൊതുവെ നബിമാരുടെ ശത്രുക്കൾ അവർ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. ഏത് കാലഘട്ടത്തിലും നബിമാർ വന്നെത്തുമ്പോൾ അവരുടെ ജനത ബഹുഭൂരിപക്ഷവും ഈ കാര്യം അംഗീകരിച്ചിരുന്നവരായിരുന്നു. അതല്ലാത്ത ഒറ്റപ്പെട്ട ഉദാഹരണങ്ങളുണ്ട്. അവരുടെ കാര്യം തന്നെ ഖുർആനിൽ അല്ലാഹു ഫിർഔനിനെ കുറിച്ച് പറഞ്ഞതുപോലെ, വജഹദു ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, അവരിൽ പലരും പുറമേക്ക് നിഷേധം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഫിർഔൻ ഞാനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ അവന് വിശ്വാസം ഉണ്ടോ ഞാനാണ് റബ്ബ്? അവന് യാതൊരു വിശ്വാസമില്ല. ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങാൻ പോകും. നമ്രൂദ് പറഞ്ഞു അല്ലേ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, അലം തറ ഇലല്ലദീ ഹാജ ഇബ്രാഹീമ ഫീ റബ്ബിഹി അൻ ആതാഹു അല്ലാഹുൽ മുൽക, അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് കണ്ടില്ലേ ഒരു മനുഷ്യൻ ഇബ്രാഹിമിനോട് തർക്കിച്ച ഒരാൾ. എന്താണ് അവന്റെ തർക്കത്തിന് കാരണം? അൻ ആതാഹു അല്ലാഹുൽ മുൽക, അല്ലാഹുവിന് അധികാരം കൊടുത്തു, രാജാവായിരുന്നു. ഇദ് ഖാല ഇബ്രാഹീമു റബ്ബിയല്ലദീ യുഹ്യി വയുമീത് ഖാല അന ഉഹ്യി വഉമീത്. ഇബ്രാഹിം പറഞ്ഞു, എന്റെ റബ്ബ് അവനാണ് ജീവൻ നൽകുന്നതും അവനാണ് മരിപ്പിക്കുന്നതും. ഖാല അന ഉഹ്യി വഉമീത്, അവൻ പറഞ്ഞു ഞാനും ജീവിപ്പിക്കുന്നതാണ്, ഞാനും മരിപ്പിക്കുന്നതാണ്. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? മരണത്തിന് വിധിച്ച ഒരാളെ വെറുതെ വിട്ടു. കണ്ടില്ലേ, ഞാൻ ജീവൻ കൊടുത്തു. അവൻ വെറുതെ നിൽക്കുന്ന ഒരുത്തനെ പിടിച്ചു അങ്ങ് വധിച്ചു കളഞ്ഞു. അന ഉഹ്യി വഉമീത്, ഞാനും ജീവിപ്പിക്കുന്നു ഞാനും മരിപ്പിക്കുന്നു. നേർക്ക് നേരെ അതിന് ഉത്തരം പറഞ്ഞാൽ എന്താ പറയണ്ടേ? അവന് ആ മരിപ്പിച്ച ആളൊന്നും കൂടി ജീവിപ്പിക്കുന്നു പറഞ്ഞാൽ ഖലാസ് കഴിഞ്ഞു, അവന്റെ കഥ കഴിഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഖാല ഇബ്രാഹിമു ഫഇന്ന അല്ലാഹ യഅതി ബിശ്ശംസി മിനൽ മശ്രിഖ് ഫഅതി ബിഹാ മിനൽ മഗ്രിബ്. അല്ലാഹു സൂര്യനെ കൊണ്ടുവരുന്നത് കിഴക്ക് നിന്നാണ് ഉദിപ്പിക്കുന്നത്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, നീ ഒന്ന് പടിഞ്ഞാറുന്ന് കൊണ്ടുവാ. ഫബുഹിതല്ലദീ കഫർ, ആ നിഷേധിച്ചവന്റെ വായ അടഞ്ഞുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത്
നിഷേധിക്കുന്നവരെല്ലാം നിഷേധിച്ചത് റുബൂബിയ്യത്ത് എന്നത് പൊതുവെ നിഷേധിച്ചത് പുറമേക്ക് തർക്കത്തിനു വേണ്ടി മാത്രമാണ്. അതല്ലെങ്കിൽ അള്ളാഹുവാണ് റബ്ബ് എന്ന കാര്യം അവരുടെ ഉള്ളിൽ അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മക്കയിലുള്ള മുശ്രിക്കുകൾ അവരാകട്ടെ ഈ റുബൂബിയത്ത് പരസ്യമായി അവരിൽ പലരും അംഗീകരിച്ചിരുന്നു. ഞാൻ നിങ്ങൾക്ക് അതിന് 5 തെളിവുകൾ പറയാം. ഈ 5 തെളിവുകളും അവർക്ക് കീഴിൽ ധാരാളം തെളിവുകളുണ്ട്. 5 തെളിവുകൾ. പക്ഷെ 5 തെളിവുകൾ അവർക്ക് കീഴിൽ നിങ്ങൾക്ക് ഖുർആൻ ഹദീസിലും അതിനെ ബലപ്പെടുത്തുന്ന അനേകം തെളിവുകൾ ഉപതെളിവുകൾ വരെയും കാണാൻ പറ്റും. അതിലൊന്ന്, മക്കയിലെ മുശ്രിക്കുകൾ അവർ തന്നെ അള്ളാഹുവാണ് റബ്ബ് എന്ന വിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന് വ്യക്തമായി അവരുടെ നാവ് കൊണ്ട് തന്നെ ഏറ്റുപറഞ്ഞിരുന്നു. ഖുർആനിൽ അനേകം ആയത്തുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ അൻകബൂത്ത് എടുക്കുക, സൂറത്തു ഹൂദ് വായിക്കുക. ഇങ്ങനെയുള്ള സൂറത്തുകളിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂറത്തു യൂനുസിൽ അല്ലാഹു പറയുന്നു, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു അശ്ശംഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. പറയുക നബിയെ, അവരോട് ചോദിക്കുക, മൻ യർസുഖുകും മിനസ് സമാ, ആരാണ് ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? വൽ അർദ്, ഭൂമിയിൽ നിന്ന് ചെടികൾ മുളപ്പിക്കുന്നത് ആരാണ്? അമ്മൻ യംലികു അശ്ശംഅ വൽ അബ്സാർ, കേൾവിയും കാഴ്ചയും ആരാണ് നിങ്ങൾക്ക് നൽകിയത്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്, നിർജീവമായ വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, അതുപോലെ ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെ നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരുന്നവൻ ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആരാണ് മുദബ്ബിറുൽ ഉമൂർ? ആരാണ് മുദബ്ബിറുൽ ആലം എന്ന് ചോദിച്ചാൽ ഫസയഖൂലൂൻ, മക്കയിലെ മുശ്രിക്കുകൾ അബൂജഹൽ, ഉത്ബ, ഷൈബ, വലീദ് ഇബ്നു മുഗീറ, അവർ പറയും ഫസയഖൂലൂൻ അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് എന്നവർ പറയും. മക്കയിലെ മുശ്രിക്കുകൾ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ഖുർആൻ പറയാണ് വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചു. ഇന്ന് മുസ്ലിം പേരുള്ള ആളുകൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ആളുകൾ പ്രസംഗിക്കാൻ മുദബ്ബിറുൽ ആലം ഇന്ന ആളാണ്, ഇന്നയാളാണ്, ഇന്ന വലിയാണ്. അള്ളാഹു പറയും മക്കയിലെ മുശ്രിക്കുകൾ അവരോട് ചോദിച്ചാൽ അവർ പറയും സയഖൂലൂന അല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ്. ഫഖുൽ അഫലാ തത്തഖൂൻ, നബിയെ പറഞ്ഞു കൊടുക്കുക, ചോദിക്കുക അവരോട്, അഫലാ തത്തഖൂൻ, നിങ്ങൾ ഇത് അംഗീകരിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾ അംഗീകരിക്കാത്തത്? എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കാത്തത്? ചില ആളുകൾ ഈ ആയത്തുകൾ പറഞ്ഞാൽ പറയും ഇത് മക്കയിലെ മുശ്രിക്കുകൾ അവര് പുറമേക്ക് അഭിനയിച്ചതാണ്. അങ്ങനെ അഭിനയിച്ചതാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് പറയേണ്ടത് നിങ്ങൾ മനസ്സിലുള്ളത് എന്തിനാണ് പറയുന്നത് എന്നല്ലേ ചോദിക്കേണ്ടത്. മുനാഫിഖുകളോട് ചോദിച്ചതുപോലെ അല്ലെ, മുനാഫിഖുകളോട് അള്ളാഹു അങ്ങനല്ലേ പറഞ്ഞത്. മുനാഫിഖുകളെ പറ്റി അള്ളാഹു പറഞ്ഞു സൂറത്തുൽ മുനാഫിഖൂനിൽ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ അശ്ഹദു ഇന്നക ലറസൂലുള്ളാഹി വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അള്ളാഹു സുബ്ഹാനഹു വതആല മുനാഫിഖുകളുടെ കാര്യം വന്നപ്പോൾ അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്ന വാദം പുറമേക്ക് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, മുനാഫിഖുകൾ കളവ് പറയുകയാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മറുപടി പറഞ്ഞത്. എന്നിരിക്കെ എങ്ങനെയാണ് മക്കയിലെ മുശ്രിക്കുകൾ ഈ വാദം പറഞ്ഞപ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കാതിരുന്നത്? ഈ ആയത്ത് എത്രയോ സ്റ്റേജുകളിൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകൾ പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകൾ അഭിനയിച്ചതാണ് എന്നാണ്. നമുക്ക് ആലോചിച്ച് നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സുകളിലുള്ളത് അറിയുന്നവനല്ലേ. അള്ളാഹു അവരോട് ചോദിക്കാൻ ഫഖുൽ അഫലാ തത്തഖൂൻ, നിങ്ങൾ ഈ ഉത്തരമൊക്കെ പറയുന്നുണ്ടല്ലോ, എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാത്തത്? അല്ലെ, അഫലാ തത്തഖൂൻ എന്ന ചോദ്യത്തിൽ തന്നെ തെളിവുണ്ട്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു എന്താ പറഞ്ഞത്? യാ അയ്യുഹന്നാസു ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. ഇതിന്റെ അർത്ഥം എന്താണ്?
അള്ളാഹുവാണ് റബ്ബ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാത്രം ഇബാദത്ത് ചെയ്തത്? ഞാൻ പറഞ്ഞു വന്നത് മക്കയിലെ മുശ്രിക്കുകൾ തൗഹീദ് റുബൂബിയ്യ അത് പൊതുവെ അംഗീകരിക്കുന്നവരായിരുന്നു. അതിന്റെ എല്ലാ വിശദാംശങ്ങളിലും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന പോലെ അവർ വിശ്വസിച്ചിരുന്നോ? ഇല്ല, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവെ അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം, അവനാണ് ഉടമസ്ഥൻ, അവനാണ് ഖാലിഖ്, അവനാണ് റാസിഖ്, ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഒന്നാമത്തെ തെളിവ് അതാണ്. ഇതുപോലുള്ള തെളിവുകൾ വരെയും കാണാൻ പറ്റും. രണ്ട്, അള്ളാഹു ഖുർആനിൽ പലയിടത്തും പറഞ്ഞതായി കാണാം, അവർ മക്കയിലെ മുശ്രിക്കുകൾ ആപൽ ഘട്ടങ്ങൾ വന്നെത്തിയാൽ അള്ളാഹുവിനെ വിളിച്ചു തേടുമായിരുന്നു. അള്ളാഹുവാണ് പറയുന്നത്, فإذا ركبوا في الفلك دعوا الله مخلصين له الدين. അവർ കപ്പലിൽ കയറി കഴിഞ്ഞാൽ دعوا الله مخلصين له الدين. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഈ കാര്യം അള്ളാഹു മുസ്ലിങ്ങളോട് കൽപ്പിച്ച കാര്യമാണ് അല്ലേ? വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നമ്മോട് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് ദീൻ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ മാത്രം ഇബാദത്ത്. അള്ളാഹ് കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹു പറയാൻ, അവർ കപ്പലിൽ കയറിയാൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ നിഷ്കളങ്കമാക്കി അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനെ മാത്രം വിളിച്ച് ദുആ ചെയ്യും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കരയിലെത്തിക്കഴിഞ്ഞാൽ അത് അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നതാണ്. ഈ ആശയത്തിലുള്ള ആയത്തുകളും ഇതേപോലെ തന്നെ ഖുർആനിൽ പലയിടത്തും കാണാം. ഈ പറഞ്ഞ രൂപത്തിലുള്ള ആയത്തുകൾ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ചരിത്രം തന്നെ കാണാം. ഇക്രിമത്ത് ഇബ്നു അബീ ജഹലിന്റെ ചരിത്രം ഞാനത് വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വളരെ അത്ഭുതകരമായ ചരിത്രമാണ്. അബൂജഹലിന്റെ മകൻ ഇസ്ലാം സ്വീകരിച്ച ചരിത്രം. അദ്ദേഹം കപ്പലിൽ പോകുമ്പോൾ കപ്പലിലുള്ള ആളുകൾ നിങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ചിന്തിക്കാൻ, ഇതാണല്ലോ കരയിൽ മുഹമ്മദ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവേ, നീ ഈ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചാൽ ഞാൻ കരയിലെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്ന് മുസ്ലിം ആകുന്നത്. അങ്ങനെ അദ്ദേഹം മുസ്ലിമായത്. അബൂജഹലിന്റെ മകൻ ഇക്രിമ മുസ്ലിം ആകുന്നത് അങ്ങനെയാണ്. മൂന്നാമത്തേത്, മക്കയിലെ മുശ്രിക്കുകൾ അവർ തന്നെ അവരുടെ വിശ്വാസം ഏറ്റുപറഞ്ഞിട്ടുണ്ട്. അവർ തന്നെ അവരുടെ വിശ്വാസം, ഞങ്ങൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ്, അള്ളാഹു എന്നൊരു റബ്ബില്ല, ഖാലിഖില്ല എന്ന് അവർ പറഞ്ഞിരുന്നില്ല. തങ്ങളുടെ വിശ്വാസം എന്താണ് എന്ന് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പലയിടത്തായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു സുമറിൽ 3-ാമത്തെ ആയത്ത് അള്ളാഹു പറയാൻ, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. മക്കയിലെ മുശ്രിക്കുകൾ പറയാൻ അവരുടെ വിശ്വാസം ഇതാണ്. അവർ തന്നെ സ്വയം പറയാൻ, ഞങ്ങളുടെ വിശ്വാസം എന്താണ്? മാ നഅ്ബുദുഹും, ഞങ്ങൾ ഈ പറഞ്ഞ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും വിളിച്ച് ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ലിയുഖർരിബൂനാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ്. മക്കയിലെ മുശ്രിക്കുകൾ തന്നെ പറഞ്ഞ വാദമാണ്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 5 തെളിവ്, ഈ പറഞ്ഞ തെളിവിൽ ഓരോന്നിലും കീഴിൽ ഖുർആനിലും ഹദീസിലും അനേക തെളിവുകൾ കാണാം. ഞാൻ ഒരു തെളിവ് മാത്രമേ പറയുന്നു, ഉപതെളിവുകൾ ധാരാളം വരെ കാണാം. നാലാമത്തേത് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പക്ഷെ അതോടൊപ്പം അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയാണ് എന്ന് വ്യക്തമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്തു യൂസുഫിൽ അള്ളാഹു പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും യുശ്രികൂൻ ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, എങ്ങനെയല്ലാതെ? അവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വിശ്വാസമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തുർജുമാനുൽ ഖുർആൻ എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ അദ്ദേഹത്തിന് വേണ്ടി ദീനിൽ വിവരം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ്. അല്ലാഹുമ്മ അല്ലിംഹു തഅവീൽ, അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ. അല്ലാഹുവേ, ഇബ്നു അബ്ബാസിന് നീ ദീനിൽ വിജ്ഞാനം നൽകണമേ. അല്ലാഹു ഇബ്നു അബ്ബാസിന്
ഖുർആനിൽ അതിന്റെ വിശദീകരണം മനസ്സിലാക്കി കൊടുക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ആളാണ് ഇബ്നു അബ്ബാസ്. തഫ്സീറുൽ മുഫസ്സിരീൻ, എല്ലാ മുഫസ്സിരീങ്ങളുടെയും അവലംബം അദ്ദേഹമായിരുന്നു. ഇബ്നു അബ്ബാസ് ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം പറഞ്ഞു, മിൻ ഈമാനിഹിം, മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാം, മിൻ ഈമാനിഹിം, അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതായിരുന്നു, ഇദാ ഖീല ലഹും മൻ ഖലഖൽ അർദ വമൻ ഖലഖസ് സമാ വമൻ ഖലഖൽ ജിബാല ഖാലു അല്ലാഹു വഹും മുശ്രികൂൻ. മക്കയിലെ മുശ്രിക്കുകൾ അവരോട് ആരാണ് ഭൂമിയെ പഠിച്ചത്, ആരാണ് ആകാശത്തെ പഠിച്ചത് എന്ന് ചോദിച്ചാൽ തബ്രി കൊടുത്തു കൊടുത്താൽ, നമ്മൾ ഉണ്ടാക്കിയതല്ല, തബ്രി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കൊടുത്താൽ ധാരാളം മുഫസ്സിരീൻ അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് പറയാൻ, അവരോട് ചോദിക്കണം അള്ളാഹു ആരാണ് ആകാശത്തെ പഠിച്ചത്, ആരാണ് ഭൂമിയെ പഠിച്ചത് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു ആണ്. അവർ പറയും. അഞ്ചാമത്തേത്, വിശുദ്ധ ഖുർആൻ നിങ്ങൾ എടുത്തു നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും ഹദീസിലുമെല്ലാം നിങ്ങൾ അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കണം, അള്ളാഹുവാണ് സർവ്വതിനെയും പഠിച്ചത് എന്ന് അംഗീകരിക്കണം, അള്ളാഹുവാണ് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നത് എന്ന് അംഗീകരിക്കണം. ഇതാണോ ഖുർആനിലുള്ളത്? മുശ്രിക്കുകളോടുള്ള കൽപ്പന അല്ല. ഖുർആനിൽ ആദ്യത്തെ കൽപ്പനന്റെ മുസ്ഹഫ് എടുത്തു നോക്കിയാൽ ആദ്യം കൽപ്പനാ സ്വരത്തിൽ ഖുർആനിൽ ആദ്യമായി ഒരു ആയത്ത് വരുന്നത് സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു. അതിനു മുൻപ് കൽപ്പന ഇല്ല. മുസ്ഹഫ് എടുത്തു നോക്കിയാൽ അതിനു മുൻപിൽ കൽപ്പനാ രൂപത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഒരു കൽപ്പന അമ്ര എന്ന രൂപത്തിൽ നമ്മൾ അറബി പഠിക്കുമ്പോൾ പറയില്ലേ അമ്രിന്റെ സീഗ എന്ന് പറഞ്ഞില്ലേ, അമ്രിന്റെ രൂപത്തിൽ ആദ്യമായി വരുന്നൊരു വാക്ക് അതിലുള്ളത് ഇതാണ്. ഏതാ? ഉഅ്ബുദു റബ്ബക്കും. നിങ്ങൾക്കൊരു ആകാശ ഭൂമികളെ പടക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നതാണോ പറയുന്നത്? അല്ല. ഉഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും പടച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. അങ്ങനെ തുടങ്ങുന്നതാണ്. കാരണം എന്താ? മറ്റേത് അവർ അംഗീകരിക്കുന്നുണ്ട്. മറ്റേത് അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്നും നമ്മുടെ നാട്ടിലെ ആൾക്കാരോട് വിളിച്ചു ചോദിച്ചു നോക്കി, ഈ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിച്ചു നോക്കൂ, ഈ കാണുന്ന പ്രപഞ്ചത്തേക്ക് പഠിച്ചതിന്റെ ഈ വിഗ്രഹമാണോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയും, ഈ വിഗ്രഹത്തിന് എന്തെങ്കിലും കഴിവുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമില്ല. ഇതൊക്കെ ദൈവത്തിന്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ്, ദൈവത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന വഴികൾ മാത്രമാണ് അവർ വരെ പറയുന്നത്. ഇതിനെയൊക്കെ പഠിച്ച സർവ്വതിനെയും പഠിച്ച ഒരു സർവജ്ഞനായ ഒരു ശക്തി വേറെ ഉണ്ട് എന്ന് ആ പറഞ്ഞ വാക്ക് ശരിയാണോ തെറ്റാണോ അവർ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾ അവർക്കുണ്ടായിരുന്നു എന്ന് ഖുർആൻ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ നിങ്ങൾ, മക്കയിലെ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുമായിരുന്നു. അവർ ഹജ്ജ് ചെയ്യുന്ന വേളയിൽ മക്കയ്ക്ക് ചുറ്റും അവർ തവാഫ് നടത്തുമ്പോൾ അല്ലെങ്കിൽ അവർ തവാഫിന്റെ സന്ദർഭങ്ങളിൽ ഹജ്ജിന്റെ വേളകളിൽ അവർ തൽബിയത്ത് ചൊല്ലുമായിരുന്നു. അവർക്ക് തൽബിയത്തിന്റെ ഇബ്രാഹിം നബിന്റെ അടുത്ത് കിട്ടിയ തൽബിയത്താണത്. മുസ്ലിങ്ങളും അതേ തൽബിയത്തെ പറയുന്നത്. അവർ ഉണ്ടാക്കി ചേർത്ത ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ, അത് നമ്മൾ പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്താ അവരുടെ തൽബിയത്ത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഇത് തന്നെ അവർ പറഞ്ഞത്. അള്ളാഹു നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്കൊരു പങ്കുകാരനുമില്ല. ചില റിവായത്തുകളിൽ കാണാം, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ലുഹൈ എന്ന വ്യക്തിയുടെ നാവിൽ ശൈത്താൻ ഒരു വാക്ക് കൂടുതലായി ചേർത്ത് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് ഇന്ന് ഇസ്ലാം ഉണ്ട് എന്ന് പറയുന്ന പലരുടെയും വാക്കിൽ പിശാച് പ്രവേശിപ്പിച്ച് കളഞ്ഞ വാക്കാണ്. മക്കയിലെ മുശ്രിക്കുകൾ അവർ കഅബ ത്വാഫ് ചെയ്യുമ്പോൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയും, വൈലക്കും ഖദ് വൈലക്കും, നാശം, നിങ്ങൾ അവിടെ നിർത്തൂ, ഇവിടെ അവസാനിപ്പിക്കൂ, ഞാൻ അടുത്ത് നിങ്ങൾ പറയല്ലേ. നമ്മളെ നാട്ടില് ഇത്തരം തെളിവുകൾ പറയുമ്പോൾ പല പുരോഹിതന്മാരും മറുപടി പറയുന്നത് എന്താ? മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്ന അള്ളാഹു അത് വേറൊരു ഗോത്ര ദൈവമാണ്, അത് മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹു അല്ല. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അത്രയും പറഞ്ഞു എന്ന് പറയോ? നിങ്ങൾ ഈ പറഞ്ഞ ഗോത്ര ദൈവത്തിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത് പറഞ്ഞോ എന്ന് പറയോ? ഇല്ലല്ലോ. അവർ വിശ്വസിച്ചിരുന്ന അള്ളാഹു മുസ്ലിം നമ്മൾ ഇന്ന് പറയുന്ന റബ്ബ് തന്നെയാണ്, സുബ്ഹാനഹു വ തആല. അപ്പൊ അവിടുന്ന് പറയും വൈലക്കും ഖദ്, നിങ്ങൾ അവിടെ നിർത്തും, ഇനി അപ്പുറത്തുള്ളത് പറയില്ലേ. അപ്പൊ അവരവിടെ നിർത്തില്ല. അവർ പറയും ഇല്ലാ ശരീകൻ, നിനക്കൊരു പങ്കാളിയുണ്ട്. ഹുവ ലക, ആ പങ്കാളി നിന്റേതാണ്. ഹുവ ലക്കാനാണ്, ആ പങ്കാളി നിന്റേതാണ്. നോക്കൂ, ആ വാക്ക് സമാനത നോക്കൂ നിങ്ങൾ.
ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക്, എല്ലാം നിന്റേതാണ് എന്ന് പറയുന്നതിന് പകരം അവർ പറഞ്ഞു നിനക്കൊരു പങ്കാളി ഉണ്ട്, ആ പങ്കാളി നിന്റേതാണ്. ഇല്ല ശരീകൻ ഹുവ ലക, ആ ഒരു പങ്കാളി ഉണ്ട്, പക്ഷെ ആ പങ്കാളി നിന്റേതാണ്. തംലികുഹു വമാ മലക്, ആ പങ്കാളിക്ക് സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ടോ? ഇല്ല. തംലികുഹു വമാ മലക്, ആ പങ്കാളിയെ ഉടമപ്പെടുത്തുന്നവൻ അല്ലാഹുവേ നീയാണ്. വമാ മലക്, ആ പങ്കാളിക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയുമോ അതിന്റെയും ഉടമസ്ഥൻ നീയാണ്. ഇന്ന് പറയുന്ന അതേ വർത്താനല്ലേ ഇത്. കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ്, ഇതന്നെ അത്. ഒരു വ്യത്യാസമില്ല, ഒന്ന് അറബിയിൽ മറ്റൊന്ന് മലയാളത്തിലാണെന്നല്ലാതെ. തംലികുഹു വമാ മലക്, ഞങ്ങൾ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്, അതേ കാര്യം അവരും പറഞ്ഞത്. എൻ്റെ സഹോദരങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്നവരെ, വിശ്വാസ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണിത്. ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമാണ് നിങ്ങൾ ഇന്ന് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അപകടം എത്ര വലുതാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു, പൊതുവായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. തൗഹീദ് റുബൂബിയ എന്നത് പിന്നെ എന്തിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? തൗഹീദ് റുബൂബിയ എന്നത് അള്ളാഹുവാണ് നിന്റെ റബ്ബ് എന്ന വിശ്വാസം എല്ലാ നന്മകളുടെയും തുടക്കമാണ്. അതാണ് ഖൈറുകളുടെ ആരംഭം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു നബിമാർ അവർ ഉപദ്രവിക്കപ്പെട്ടതിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ എന്താ അതിന്റെ കാരണം പറഞ്ഞത്? അതല്ലെങ്കിൽ മുഅ്മിനീങ്ങൾ അവരുടെ ചരിത്രം പറഞ്ഞപ്പോൾ അല്ലാഹു എന്താ പറഞ്ഞത്? ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. നോക്കൂ, നന്മയുടെ ആരംഭമായി അല്ലാഹു പറഞ്ഞത് മുഅ്മിനീങ്ങൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞവർ. സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് റബ്ബ് എന്ന ഈ വിശ്വാസം, എൻ്റെ റബ്ബ് അല്ലാഹുവാണ്, അവനാണ് എന്നെ പടച്ചത് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്കെതിരു നിൽക്കുകയില്ല. അവൻ റബ്ബിനെ അനുസരിക്കും, അവൻ അല്ലാഹുവിനെ ധിക്കരിക്കുകയില്ല. ധിക്കരിച്ചാൽ തന്നെ അല്ലാഹുവിൻ്റെ അടുക്കലേക്ക് പശ്ചാത്താപവുമായി മടങ്ങിച്ചെല്ലും, അഹങ്കാരിയാവുകയില്ല. അല്ലാഹുവാണ് റബ്ബ് എന്ന വിശ്വാസം നന്മകളുടെ ആരംഭമാണ്. നബിമാർ അവർ കൊല്ലപ്പെട്ടതിനെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഈമാൻ മറച്ചുവെച്ച ഒരാൾ, അദ്ദേഹത്തിന്റെ ചരിത്രം ഏത് സൂറത്തിലാണുള്ളത്? സൂറത്തിലാ ഈമാൻ മറച്ചുവെച്ച ഒരാൾ മൂസാ നബിന്റെ യാ ഖൗമി മാലി അദ്ഉകും ഇലൻ നജാതി വതദ്ഊനനി ഇലൻ നാർ, ഞാൻ നിങ്ങളെ രക്ഷയിലേക്ക് വിളിക്കുന്നു, നിങ്ങൾ എന്നെ നരകത്തിലേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ ഏത് സൂറത്തിലാ? സൂറത്ത് ഗാഫർ. മനോഹരമായ ചരിത്രമാണ്, അത് പറ്റുമെങ്കിൽ ഇത് പോയിട്ട് വായിച്ചു നോക്കണം. മനോഹരമായ ചരിത്രമാണ്. ഈമാൻ മറച്ചു വെച്ച ഒരാൾ ഫിർഔന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മൂസയെ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔൻ വധിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം പുറത്തേക്ക് വന്നു, തൻ്റെ വിശ്വാസം വെളിപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം അവരുമായി സംവദിച്ചു. എന്നിട്ട് അദ്ദേഹം അവരോട് പറഞ്ഞു, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ നിങ്ങൾ ഒരു മനുഷ്യനെ കൊല്ലുന്നത്? ഈ ചോദ്യം പിന്നീട് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അരികിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഴുത്തിൽ വിരിപ്പ്, കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടി മുശ്രിക്കീങ്ങൾ ശ്രമിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരെ പിടിച്ചു മാറ്റിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്. അദ്ദേഹം പറഞ്ഞു, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, എൻ്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറഞ്ഞതിനാണോ നിങ്ങൾ ഒരാളെ കൊല്ലുന്നത്? അല്ലാഹുവാണ് എൻ്റെ റബ്ബ് എന്ന ഈ വിശ്വാസം അത് നന്മകളുടെ ആരംഭമാണ്. അതുകൊണ്ടാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് ആരംഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പിന്നെ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ വന്നാൽ പറയാൻ പഠിപ്പിച്ച ദിക്റിൽ എന്താ ഉള്ളത്? അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി അഹദ, അല്ലാഹുവാണ് എൻ്റെ റബ്ബ്, ഞാൻ അവനിൽ പങ്കു ചേർക്കുകയില്ല.
എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്നത്. നോക്കൂ എത്ര ദുആ, ഖുർആനിൽ ഏറ്റവും അധികം ദുആന്റെ ആരംഭത്തിൽ വന്ന പേരേതാണ്? റബ്ബന എന്നതാണ്. ധാരാളം വന്നത് റബ്ബന എന്ന, ഖുർആനിൽ ധാരാളം വന്നത് റബ്ബന. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന, റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക, റബ്ബന ളലംന അൻഫുസന. നബിമാർ അതുകൊണ്ടാണ് ഷെയ്ഖ് സഅദി അദ്ദേഹം പറഞ്ഞതായിക്കാണ്, നബിമാർ അവരുടെ ദുആഇൽ റബ്ബ് എന്ന വാക്ക് അങ്ങേയറ്റം അധികമായി ഉപയോഗിച്ചത് കാണാം. മാത്രമല്ല അവരിൽ പലരും പറഞ്ഞു, സ്വന്തത്തിലേക്ക് ചേർത്തിക്കൊണ്ട് പലരും പറഞ്ഞ വാക്കതാണ് റബ്ബി, എൻ്റെ റബ്ബേ. ആ വാക്ക് ഒരു അടിമയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഒന്നാണ്. വേറെ അള്ളാഹുവിന്റെ നാമങ്ങൾ പലതും ഈ രൂപത്തിൽ പറയുക സാധ്യമല്ല. പലതും, എല്ലാം പറയാൻ പറ്റില്ല എന്നല്ല, പലതും പറയുക സാധ്യമല്ല. സമീഅ, ബസീർ, ഈ പറഞ്ഞതൊക്കെ എൻ്റെ സമീഅ അങ്ങനെ പറയോ? അല്ല. എൻ്റെ ബസീർ അങ്ങനെ പറയില്ല. എൻ്റെ റബ്ബേ എന്ന് പറയാം. എൻ്റെ റബ്ബി. ഇത് ഹൃദയവുമായി അടുത്ത് നിൽക്കുന്ന പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ മനുഷ്യന്റെ ഹൃദയവുമായി ഏറെ അടുപ്പമുള്ള നാമങ്ങളിൽ ഒന്നാണ് റബ്ബ് എന്ന നാമം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാമം, അതിന്റെ അടുപ്പം മനസ്സിലാക്കണമെങ്കിൽ നോക്കൂ, നമ്മോട് ഏറ്റവും അടുപ്പമുള്ള സൃഷ്ടികളിൽ, നമ്മോട് ഏറ്റവും ബന്ധമുള്ളവരിൽ, വൈകാരികമായ നമ്മുടെ അടുപ്പമുള്ള ആളുകൾ മാതാവും പിതാവും. അവർക്ക് വേണ്ടിയുള്ള ദുആ അങ്ങനെയാണ്, റബ്ബർഹംഹുമ കമ റബ്ബയാനി സഗീറ. റബ്ബയാനി, അവർ എന്നെ തർബിയത്ത് നടത്തിയതുപോലെ ചെറുപ്പത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഈ ബന്ധം, അള്ളാഹുവുമായുള്ള ഈ ബന്ധം, അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള ഈ റുബൂബിയത്തിലുള്ള ഈ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കേണ്ട സ്വാധീനം അങ്ങേയറ്റം വലുതാണ്. ഈമാനികമായ സ്വാധീനം വളരെ വലുതാണ്. തൗഹീദ് റുബൂബിയ എന്നത് ഉലൂഹിയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. പണ്ഡിതന്മാർ അടിസ്ഥാന നിയമങ്ങളിൽ ഒന്നായി ഇബ്നു തൈമിയ്യ പലയിടത്തു പറഞ്ഞതേക്കാം, തൗഹീദ് റുബൂബിയ മുസ്തൽസിമുൻ ലിതൗഹീദുൽ ഉലൂഹിയ. അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ് എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിലേക്ക് നയിക്കുന്ന കാര്യമാണ് റുബൂബിയത്തിലുള്ള വിശ്വാസം. അതുകൊണ്ട് ഖുർആനിൽ പലയിടത്തും അള്ളാഹു ഇത് പറഞ്ഞത്. സൂറത്തുൽ ബഖറയിൽ നോക്കൂ നിങ്ങൾ, യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും ലദീ ഖലഖക്കും ലദീന മിൻ ഖബ്ലിക്കും. നമുക്ക് ഏത് മനുഷ്യനോട് പറയാൻ പറ്റിയ വാക്കാണത്. നിങ്ങളെയും നിങ്ങൾക്ക് മുൻപുള്ളവരെയും പഠിച്ചവൻ. ഈസയെ ആരാധിക്കുന്നവർ, ഉസൈറിനെ ആരാധിക്കുന്നവർ അലൈഹിമുസ്സലാത്തു വസ്സലാം, അല്ല ഔലിയാക്കന്മാരെ, മറ്റുള്ളവരെ ആരാധിക്കുന്നവർ, അവരോടെല്ലാം പറയാൻ പറ്റിയ വാക്കാണ് ഉഅ്ബുദു റബ്ബക്കും, നിങ്ങളുടെ റബ്ബ്, നിങ്ങൾക്ക് മുൻപുള്ളവരെ പഠിച്ച റബ്ബ്. ഇത് ഒരാൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഫിർഔൻ അവന്റെ അരികിൽ മൂസയും ഹാറൂനും അലൈഹിമുസ്സലാത്തു വസ്സലാം അവർ ചെന്നപ്പോൾ അവൻ ചോദിച്ചു, വമൻ റബ്ബുകുമാ യാ മൂസ? ഖാല റബ്ബുന അല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഞങ്ങളുടെ റബ്ബാരാണ്, അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹ, സർവ്വതിനും അതിന്റെ പ്രകൃതം നൽകിയവനാണ്. സുമ്മ ഹദാ, എന്നിട്ട് വഴി കാണിച്ചു കൊടുത്തവനാണ്. ഫിർഔൻ അവൻ പറഞ്ഞത്, ഞാൻ മിസ്റിന്റെ ഉടമസ്ഥനാണ്. അതിന്റെ പുറത്തുള്ളതോ ആകാശങ്ങളെയും ഭൂമിയെയും ഉടമപ്പെടുത്തിയവനോ അവനാരാണ്? അള്ളാഹുവാണ്. ഇത് അവകാശപ്പെടുക ഒരാൾക്കും സാധ്യമല്ല. ഏത് ദൈവങ്ങൾ ജനിക്കുന്നതിന് മുൻപും സൂര്യനുണ്ടായിരുന്നു, ചന്ദ്രനുണ്ടായിരുന്നു, ഭൂമിയുണ്ടായിരുന്നു, ചെടികളുണ്ടായിരുന്നു, മനുഷ്യരുണ്ടായിരുന്നു. ആദമിന് മുൻപ് ജിന്നുകൾ ഉണ്ടായിരുന്നു, അവർക്ക് മുൻപ് മലക്കുകൾ ഉണ്ടായിരുന്നു. ഏത് സൃഷ്ടികളെയും സൃഷ്ടിച്ച റബ്ബാരാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവാരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ടാണ് ആ ബഖറയിൽ ആ ആയത്തിന് തൊട്ട് ശേഷമുള്ള ആയത്തിന് അല്ലദീ ജഅല ലക്കുമുൽ لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. നിങ്ങൾ അള്ളാഹുവിന് പങ്കാളികൾ നിശ്ചയിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിയാം, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കരുത്. ഇത് അറിയാവുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് റുബൂബിയ്യ
പലയിടത്തും എടുത്തു പറയുകയും അതിലൂടെ ഉലൂഹിയത്തിലേക്ക് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തേക്കണം. അവസാനമായി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തൗഹീദ് റുബൂബിയ എന്നതിൽ ആളുകൾക്ക് പിഴക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ധാരാളം മേഖലകൾ തൗഹീദ് റുബൂബിയയുടെ വിഷയത്തിൽ ആളുകൾ അബദ്ധത്തിൽ വീഴുന്ന അനേകം മേഖലകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയാവുന്നത് നിരീശ്വരവാദമാണ്, അല്ലെങ്കിൽ നിർമ്മതവാദമാണ്, അല്ലെങ്കിൽ മതനിഷേധമാണ്. അള്ളാഹു തന്നെ ഇല്ല എന്ന് നിഷേധിക്കുന്ന സന്ദഖ, അല്ലെങ്കിൽ ഇൽഹാദ്, അല്ലെങ്കിൽ ജുഹൂദ് എന്നൊക്കെ അറബിയിൽ പറയുന്ന കാര്യം. അത് തൗഹീദ് റുബൂബിയത്തിന്റെ തുടക്കത്തിൽ തന്നെ സംഭവിക്കുന്ന പിഴവാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ വിവരിച്ചത്. അതുപോലെ തന്നെ അതിൻ്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽപ്പെട്ടതാണ് പ്രകൃതിവാദം എന്നത്. ഈ കാണുന്ന പ്രപഞ്ചം, ഇതെല്ലാം സംവിധാനിക്കപ്പെട്ടത് അല്ലെങ്കിൽ ഈ രൂപത്തിൽ ഉണ്ടാക്കിയത് പ്രകൃതിയാണ്, ഇതെല്ലാം പ്രകൃതിയുടെ കരവിരുതുകളാണ് എന്നത് തബീഇയ്യ എന്ന വാദം. പ്രകൃതിയാണ് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത് എന്ന വാദം. എന്ത് സംഭവിച്ചാലും ഒരു പരിധിവരെ ഈ കാലഘട്ടത്തിൽ പറയുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ വർത്തമാനങ്ങൾ, അതായത് ഭൂമിയിൽ മനുഷ്യർ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ, ഒരു പരിധിക്കപ്പുറം മനുഷ്യര് ഭൂമിയിൽ അതിക്രമങ്ങൾ പ്രവർത്തിക്കരുത്, പക്ഷെ ഒരു പരിധിക്കപ്പുറത്തുള്ള ഈ സംസാരം, ഇവിടെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും, മനുഷ്യർക്ക് പ്രത്യേകിച്ച് യാതൊരു നിയന്ത്രണവും ഇതിലില്ല. പ്രകൃതി ദുരന്തങ്ങൾ എന്ത് സംഭവിച്ചാലും ഇത് അതിന്റെ അവിടുത്തെ പ്ലേറ്റ് നീങ്ങിയതാണ്, ഇവിടെ പ്ലേറ്റ് അങ്ങനെ ആയതാണ്. ഇതൊക്കെ ഈ ഒരു മരവും വെട്ടാത്ത കാലത്ത് മനുഷ്യർക്ക് ഭൂമിയിൽ വരൾച്ച ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ? ഇക്കണ്ട മരങ്ങൾ ഈ രൂപത്തിലൊന്നും വെട്ടാത്ത കാലത്ത് വരൾച്ച ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. മലകൾ ഈ രൂപത്തിൽ ആളുകൾ കോറികളൊന്നും ഉണ്ടാക്കാത്ത കാലത്ത് ഭൂകമ്പം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിച്ചിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. സംസ്കാരങ്ങളും സമൂഹങ്ങളും തകർന്നടിഞ്ഞിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്ന എന്തോ ഒരു കാര്യം അല്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഖുൽ സീറു ഫിൽ അർദ് സുമ്മ അൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന കാനൂ മിൻ ഖബൽ. അവർക്ക് മുൻപുള്ളവരുടെ നാശം എങ്ങനെയാണെന്ന് അവർ പരിശോധിക്കട്ടെ. അള്ളാഹുവിനെ ധിക്കരിച്ചത് കൊണ്ടാണ് സംഭവിച്ചത്. ഇതൊക്കെ ഇപ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ്. ചൂടും വരൾച്ചയും ഇതൊക്കെ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ളഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് കാരണത്താൽ ഭൂമിയിൽ കരയിലും കടലിലും കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ കുഴപ്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഇത്തരം പ്രകൃതി പ്രയാസങ്ങൾ മാത്രമല്ല, മറിച്ച് മനുഷ്യരുടെ ജീവിതം താറുമാറാക്കുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ, സാംസ്കാരിക മാറ്റങ്ങൾ വരെ അതിന്റെ ഭാഗമാണ്. അപ്പൊ റുബൂബിയത്തിനെ നിഷേധിക്കുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് എന്ന ചിന്ത. അത് അള്ളാഹുവാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസത്തിന് വിരുദ്ധമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വഖാലു മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ നമൂതു വനഹ്യ വമാ യുഹ്ലികുന ഇല്ല ദഹർ. ദഹ്രിയ എന്ന വിഭാഗത്തിന്റെ വിശ്വാസമാണിത്. അവർ പറഞ്ഞു, മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയ, നമ്മുടെ ദുനിയാവിലെ ജീവിതം മാത്രമാണ് നമുക്കുള്ളത്. നമൂതു വനഹ്യ, നമ്മളിവിടെ ജീവിക്കുന്നു, ഇവിടെ മരിക്കുന്നു. വമാ യുഹ്ലികുന ഇല്ല ദഹർ, കാലമല്ലാതെ നമ്മെ നശിപ്പിക്കുന്നില്ല. കാലചക്രത്തിൽ ഇങ്ങനെ മനുഷ്യർ മരിക്കും, ജീവിക്കും, ജീവിക്കും, മരിക്കും. അങ്ങനെയല്ല. അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. അവനാണ് രാപ്പകലുകളെ നിയന്ത്രിക്കുന്നത്, അല്ലാതെ കാലമല്ല, പ്രകൃതിയല്ല. ഈ വിശ്വാസം റുബൂബിയത്തിന് വിരുദ്ധമായ വിശ്വാസങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ നിഷേധിക്കുക എന്നതിൽപ്പെട്ടതാണ് പ്രപഞ്ചത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ, നമ്മുടെ നാട്ടിൽ പറയും സൃഷ്ടി സംഹാരം, സൃഷ്ടിക്കാനോ സംഹരിക്കാനോ ഉള്ള കഴിവ്, സ്വന്തമായ കഴിവ്, അതല്ലെങ്കിൽ ജീവൻ നൽകാൻ മരിപ്പിക്കാൻ ഉള്ള കഴിവ് അള്ളാഹുവിന് പുറമെ മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അത് റുബൂബിയത്തിലുള്ള ശിർക്കാണ്, ബഹുദൈവാരാധനയാണ്. റുബൂബിയത്തിൽ അള്ളാഹു റബ്ബാണ് എന്നതിലുള്ള പങ്കുചേർക്കലാണ്. ഇന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര പ്രയാസകരമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആലോചിച്ച് നോക്കുന്നത്. മുസ്ലിം പേരുള്ള ആളുകൾ പരസ്യമായി സ്റ്റേജുകളിൽ ഇത് പറയാൻ തുടങ്ങി.
കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. എന്തു വേണമെങ്കിലും നിയന്ത്രിക്കാൻ ഇന്ന വലിയന് സാധിക്കും. എന്തു വേണമെങ്കിലും മാറ്റം വരുത്താൻ ഇന്ന വലിയന് സാധിക്കും. ഒരാൾ മരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഒരാൾ മരിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഞാൻ തമാശക്ക് പറയുന്നല്ല, ഇങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മരിച്ച ആളുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നു. രോഗം വന്നപ്പോൾ ഇനി രോഗം വേണ്ടതില്ല, അപ്പൊ രോഗം മാറും. ഈ തരം ആളുകൾ തനിച്ച നിരീശ്വരവാദികളാണ്. അള്ളാഹുവിന്റെ ദീനിനെ തകർക്കാൻ വേണ്ടി പുറപ്പെട്ട മുസ്ലിങ്ങൾ അവരുടെ ദീനിൽ നിന്ന് നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ്. തനിച്ച ജന്തഖയാണ് ഇവർ പറയുന്നത്, തനിച്ച നിരീശ്വരവാദം. മുശ്രിക്കീങ്ങളിൽ പോലും ആളുകൾ ചിലത് പറയുന്നുണ്ടാവില്ല. അവരുടെ മഹാന്മാരോ അവർ ആരാധിക്കുന്ന ദൈവങ്ങൾക്കോ പോലും ഇത്ര കഴിവുണ്ടെന്ന് അവർ പറയില്ല. ഏതെങ്കിലും കുറച്ച് നാട്ടിൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർക്ക് നമ്മളെ ഈ ഗ്രാമത്തിന്റെ, ഈ വീടിന്റെ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യം എന്നതിനപ്പുറം പ്രപഞ്ചമൊന്നാകെ നിയന്ത്രിക്കാൻ ഈ വിഗ്രഹത്തിന് സാധിക്കും, ഈ ദേവിക്ക് കഴിയും, ഈ ദേവന് കഴിയും എന്ന് ഇവരിൽ പോലും പലരും വിശ്വസിക്കുന്നത്. ബഹുദൈവാരാധകരിൽ പോലും പലർക്കും ഈ വിശ്വാസമില്ല. നഊദുബില്ലാഹ്. എത്ര കഠിനമായ വാക്കാണ് ഇവർ പറയുന്നത്, എത്ര ഗുരുതരമായ വാക്കാണ് ഈ പറയുന്നത്. ഇത് മുസ്ലിങ്ങളുടെ ദീൻ തകർക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊരു തമാശയല്ല. ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ചെറിയ പ്രായത്തിൽ പത്രത്തിൽ ഒരു കൊലപാതകം വായിച്ചാൽ അന്നത്തെ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? വലിയൊരു കാര്യമായിരുന്നു. ചിലപ്പോൾ ഒരാഴ്ചകളോളം ചർച്ച ചെയ്യാനുള്ള വിഷയമായിരുന്നു ഒരാളുടെ ഒരു കൊലപാതകം. ഒരാൾ കൊല്ലപ്പെട്ടാൽ ഇന്നും ഒരാൾ കൊല്ലപ്പെടാന്നുള്ളതൊന്നും വായിക്കാൻ മാത്രമുള്ള വാർത്തയേ അല്ല. ഒരാളൊന്ന് കൊല്ലുക എന്നുള്ളത് ഒരു വാർത്തയാകണമെങ്കിൽ ഒരാൾ അവനവന്റെ ഏറ്റവും അടുത്ത കുടുംബത്തിൽ 5-10 ആളെ കൊല്ലണം. എന്നാലാണ് അതൊരാൾക്ക് കുറച്ചു നേരം വായിക്കാനുള്ള വാർത്തയാണ്. അത്രയും നിസ്സാരമായി കൊലപാതകം. മനുഷ്യർക്ക് പൊതുവെ തിന്മകൾ അതിന്റെ ഏറ്റവും കടുത്ത രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ താഴെ ചെറുതാവും. കുഫ്ർ അതിന്റെ ഏറ്റവും കടുത്ത രൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ താഴെയുള്ള ശിർക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഇത് ഗൗരവമുള്ളതാണ്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ബഹുദൈവാരാധന, അള്ളാഹുൽ പങ്കു ചേർക്കുക എന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ളതാണ്. റബ്ബിന്റെ അടുക്കൽ ഇത് നിസ്സാരാവൂല. അള്ളാഹുവിന്റെ അടുക്കൽ ഇത് ചെറുതാവുകയില്ല. നിങ്ങളിത് എങ്ങനെ എത്ര വലിയ കുഫ്ർ പറ, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ഗൗരവമുള്ള വാക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പോലും ഇതിന്റെ 100-1 പറയപ്പെട്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ ഖുർആൻ മുഴുവൻ നിങ്ങൾ പരതി നോക്കൂ. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ? എല്ലാ ആയത്തിലുള്ളത് എന്താ? ലൈസ ലക മിനൽ അംരി ഷൈ. നബിയെ, താങ്കൾക്ക് കാര്യങ്ങളിൽ യാതൊരു നിയന്ത്രണവുമില്ല. യുദ്ധത്തിൽ പരാജയപ്പെട്ട സമയത്ത് ചില ആളുകൾ പറഞ്ഞു, ലൗ കാന ലനാ മിനൽ അംരി ഷൈഉൻ മാ ഖുതിൽനാ ഹാഹുന. നമുക്ക് കാര്യങ്ങൾ വല്ല നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അള്ളാഹു അവർക്ക് മറുപടി നൽകിയപ്പോൾ എന്താ പറഞ്ഞത്? കാര്യങ്ങളുടെ മുഴുവൻ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്, നിങ്ങളെ കയ്യിലല്ല. യുദ്ധത്തിന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ കൊല്ലപ്പെടുമായിരുന്നില്ല എന്ന് പറയുന്ന ആളോട് അള്ളാഹു മറുപടി പറഞ്ഞ എന്താ? നിങ്ങൾക്ക് അള്ളാഹു വിധിച്ച മരണം നിങ്ങളെ കിടപ്പറയിലേക്ക് വന്നെത്തുമായിരുന്നു, തടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ആരോടെ ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തെ സമൂഹത്തോടാണ് ഈ പറയുന്നത്. എന്നിട്ടാണ് ഇന്ന് ചിലർ പറയുന്നത് കേരളത്തിന് ഉള്ളിൽ തന്നെ മനുഷ്യന്മാർക്കാർക്കും അറിയാത്ത ഏതോ ഒരു ചങ്ങാതി, അങ്ങനെ മരിച്ചുപോയ ഏതോ ഒരുത്തൻ, അയാളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിച്ചിരുന്നത്. ഈ വാക്കിന്റെ ഗൗരവം എന്താണ് ഇവർ പറയുന്നത്? അള്ളാഹുവിന്റെ ഹക്കിനാണ്, അള്ളാഹുവിന്റെ അവകാശത്തെയാണ് ഇവർ ഈ രൂപത്തിൽ അതിക്രമിക്കുന്നത്. അള്ളാഹുവിന്റെ അവകാശമാണ്. ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ചേർത്തി പറയേണ്ട കാര്യമാണ് ഈ സൃഷ്ടികളെ പറ്റി പറയുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ എന്താണ് കണക്കാക്കിയിരിക്കുന്നത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ലേ, മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നിങ്ങൾക്ക് എന്താണ് പറ്റുന്നത്? അള്ളാഹുവിന് നിങ്ങൾ ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ? യഹൂദർ പറഞ്ഞിട്ടില്ല ഇതുപോലത്തെ
ഗുരുതരമായ വാക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയ്യത്തിൽ പങ്കാളികളായി ആരെങ്കിലും ഉണ്ട് എന്ന് വാദിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അള്ളാഹുവിന് പങ്കാളികൾ ഉണ്ട് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഈ റുബൂബിയ്യത്തിലുള്ള പിഴവുകളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് പോലെ പ്രപഞ്ചത്തിൽ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന വാദം, അല്ലെങ്കിൽ റുബൂബിയത്തിന്റെ ചില ഭാഗങ്ങൾ ഒരു ദൈവത്തിനും ചില ഭാഗങ്ങൾ മറ്റ് ചില ദൈവങ്ങൾക്കുമാണ്. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ വിഗ്രഹാരാധകർ വിശ്വസിക്കുന്നത് പോലെ സൃഷ്ടി സംഹാരം, സൃഷ്ടി ഒരാൾക്കാണ്, സംഹാരം മറ്റൊരാൾക്കാണ്. 3 കാര്യങ്ങൾ ഏതൊക്കെ എനിക്ക് ഓർമ്മയില്ല. ഒന്നാമത്തെ കാര്യം അറിയോ? സൃഷ്ടിയും സംഹാരവും വേറെ ഒന്നും കൂടി വാക്കായി പറയല്ല, എനിക്ക് വാക്ക് ഓർമ്മിട്ടില്ല. 3 ദൈവങ്ങളുണ്ട്. ഈ 3 ദൈവങ്ങൾ ഒരാൾ സൃഷ്ടിക്കുന്നു, മറ്റൊരാൾ സംഹരിക്കുന്നു, മറ്റൊരാളെ. അള്ളാഹു ഖുർആനിൽ പറഞ്ഞ മറുപടി എത്ര കൃത്യമാണ്. ഖുൽ ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. ആകാശഭൂമികളിൽ അള്ളാഹു അല്ലാത്ത മറ്റ് ഇലാഹുകൾ ഉണ്ടായിരുന്നെങ്കിൽ ലഫസദതാ, ആകാശഭൂമി തകരുമായിരുന്നു. ഈ വിശ്വാസം സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പുരാണങ്ങൾ വായിച്ചാൽ മതി. അവരുണ്ടാക്കി തീർത്ത കഥകളിൽ തന്നെ ഇതാണ് മുഴുവനുള്ളത്. തമ്മിലുള്ള ഈ അടി, ഒരാൾ ഉണ്ടാക്കാൻ തീരുമാനിക്കും, അപ്പോൾ ഒരാൾ പറയും ഇപ്പൊ തൽക്കാലം ഉണ്ടാക്കേണ്ടത്, അപ്പൊ രണ്ടുപേർ തമ്മിലുള്ള യുദ്ധം, പിന്നെ അതിൻ്റെ പേരുള്ള പ്രശ്നം, അങ്ങനെ അവർക്ക് ഇങ്ങനെയായി, മറ്റാൾ ഇങ്ങനെയായി. കഥകൾ, ഭാവനകളിൽ ഉണ്ടായ കഥകൾ വരെ ഇങ്ങനെ. അള്ളാഹ് ഖുർആൻ പറയാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു. ഇവർ ഭാവനയിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ വരെ ഇങ്ങനെ തന്നെയാണ്. ഇവർ തമ്മിലൊരു യോജിപ്പില്ല, ദൈവങ്ങൾ തമ്മിൽ. നോക്കൂ, കഥകൾ മുഴുവൻ അങ്ങനെയാണ്. അതിന് സമാനമാണ് നസാറാക്കളുടെ, അല്ലെങ്കിൽ അതിനു മുൻപ് പറയേണ്ട മറ്റൊരു കാര്യം മജൂസികളുടെ വിശ്വാസമാണ്, അഗ്നി ആരാധകർ. അവരെ സംബന്ധിച്ചിടത്തോളം ദൈവങ്ങൾ രണ്ടുണ്ട്. ഒന്ന് പ്രകാശമാണ്, മറ്റൊന്ന് ഇരുട്ടാണ്. നൂറും വുൽമത്തും. പ്രകാശമാണ് നന്മകളെ സൃഷ്ടിച്ചത്, വുൽമത്താണ് ഇരുട്ടുകളെ തിന്മകളെ സൃഷ്ടിച്ചത്. അവരുടെ വിശ്വാസപ്രകാരം പ്രകാശം നല്ല ദൈവവും ഇരുട്ട് മോശാളുമാണ്. പ്രകാശത്തിനാണ് ശക്തി കൂടുതലാണ്. അപ്പൊ ഈ വിശ്വാസം മജൂസികളുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദരിയാക്കളെ കുറിച്ച് എന്തു പറഞ്ഞത്? ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മ എന്ന് പറഞ്ഞത്. ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരികൾ എന്ന് പറഞ്ഞത്. ഖദറിനെ നിഷേധിക്കുന്ന ആളുകൾ. എന്താ അവർ പറഞ്ഞത്? അവർ പറഞ്ഞു എല്ലാം പഠിച്ചത് അള്ളാഹുവാണ്, പക്ഷേ മനുഷ്യർ ചെയ്യുന്ന തിന്മകൾ അള്ളാഹു പഠിച്ചതല്ല, അത് മനുഷ്യൻ സൃഷ്ടിച്ചതാണ്. അതോടുകൂടി അവർ 2 സൃഷ്ടാക്കളെ നിശ്ചയിച്ചു. ഒന്ന് എല്ലാത്തിനെയും പഠിച്ച റബ്ബ്, 2 മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അവരവർ തന്നെ സൃഷ്ടിച്ചതാണ് എന്നതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ പടക്കുന്ന മനുഷ്യർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദരിയാക്കളെ കുറിച്ച്, മജൂസികൾ എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഖളാ ഖദർ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമുക്കത് വിവരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സമാനമായ വിശ്വാസമാണ് ഈ ഗ്രീക്ക് ഫിലോസഫികളിലും മറ്റുമൊക്കെ കാണുന്നത്. അത് ഈ കാലഘട്ടത്തിൽ ഈ ചിത്രകഥകളും ഈ എന്താ പറയുക, അതിന് സൂപ്പർമാനൊക്കെ പോലുള്ള കഥകളില്ലേ, ഇത്തരം കഥകളിലൂടെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വിശ്വാസങ്ങൾ പെട്ടതാണ് ഗ്രീക്ക് വിശ്വാസങ്ങൾ. അതിലുണ്ടായിരുന്ന ദൈവങ്ങൾ, അതിൽ ഓരോരുത്തരും ഓരോ ദൈവമാണ്. മഴക്കൊരു ദൈവം, ഇടിമിന്നലിന് വേറെ ദൈവം, ഭക്ഷണത്തിനൊരു ദൈവം, വെളിച്ചത്തിനൊരു ദൈവം, ഇങ്ങനെ ഓരോന്നിനും ഓരോ ദൈവമുണ്ട്. ഇത് റുബൂബിയത്തിൽ പങ്കുചേർക്കുക എന്നതിൻ്റെ ഭാഗമാണ്. അങ്ങനത്തെ വിശ്വസിക്കുക എന്നുള്ളത് ഇത്തരം കഥകളിലൂടെ മറ്റൊക്കെ ഇത് പതുക്കെ ശരിക്ക് പല രൂപത്തിലും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സമാനമായ വിശ്വാസമാണ് നസാറാക്കളുടേത്. ദൈവം 3 എന്ന് പറയുന്നത്, തസ്ലീസ്. ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അതല്ലെങ്കിൽ പിന്നെ കന്യാമറിയം, ഇങ്ങനെ 3 പേർ ചേർന്നതാണ് ദൈവം എന്ന വിശ്വാസം. നസാറാക്കളുടെ വിശ്വാസം റുബൂബിയത്തിലുള്ള പങ്കുചേർക്കലാണ്. അതുപോലെ തന്നെ റുബൂബിയത്തിൽ ഉള്ള പിഴവുകളിൽപ്പെട്ടതാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന വാദങ്ങൾ. അതിൽ ചില വാദങ്ങൾ, ഉദാഹരണത്തിന് അവർ പറഞ്ഞിരുന്നു മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്.
അവരുടെ വാദങ്ങളിൽപ്പെട്ടതായിരുന്നു അത്. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അലക്കുമുസ് ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ. നിങ്ങൾ മലക്കുകളെ അള്ളാഹുവിൻ്റെ മക്കളാക്കിയപ്പോൾ അത് പെൺമക്കളാക്കി. അലക്കുമുസ് ദക്കർ, അലക്കുമുസ് ദക്കർ, നിങ്ങൾക്ക് പുരുഷന്മാരും ആൺമക്കൾ വേണം. വലഹുൽ ഉൻസ, അള്ളാഹുവിന് നിങ്ങൾ പെൺമക്കളെ വെച്ചു കൊടുത്തു. തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, തീർത്തും അന്യായം നിറഞ്ഞ ഒരു വീതം വെപ്പായി പോയത് എന്ന് അള്ളാഹു അവരോട് മറുപടി പറഞ്ഞത് ഈ കാര്യത്തെക്കുറിച്ചാണ്. അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന വിശ്വാസം. അതുപോലെ തന്നെ നസാറാക്കൽ മലക്കുകളെ കുറിച്ച് അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന വാദം അവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മലയാളത്തിൽ മലക്ക് എന്നതിന് മാലാക എന്ന അർത്ഥം പറയരുത്. മാലാക എന്ന അർത്ഥം ഈ വിശ്വാസത്തിൽ നിന്നാണ് കയറി വന്നത്. ഒന്ന് മലക്ക് എന്ന് പറയാം. മലക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം രണ്ടാലൊരു അർത്ഥമാണ് അതിന് ഭാഷാപരമായ അർത്ഥമായി നൽകാവുന്നത്. ഒന്നല്ലെങ്കിൽ സന്ദേശവാഹകൻ, അലൂഖ എന്ന പദത്തിൽ നിന്നാണ് മലക്ക് എന്ന വാക്ക് വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ശക്തിയുള്ളവൻ. മലക്ക് എന്ന് പറഞ്ഞാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിച്ച വിഭാഗമാണവർ. അതുപോലെ തന്നെ റുബൂബിയത്തിലുള്ള പിഴവുകളിൽപ്പെട്ടതാണ് അഖീദത്തുൽ ഹുലൂൽ, ഹുലൂലിൻ്റെ വിശ്വാസം. ഹുലൂൽ എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇതിൽ പലതും സൂഫികൾ കൊണ്ടുവന്നതാണ്. സൂഫികൾ അദ്വൈതവാദികളിൽ നിന്ന് കടമെടുത്ത് മുസ്ലിങ്ങൾ കയറ്റിക്കൂട്ടിയതാണിത്. അതിൽപ്പെട്ടതാണ് അവതാര സിദ്ധാന്തം. ദൈവം ഓരോ കാലഘട്ടത്തിലും എന്താ പറയുക, സംഭവാമി യുഗേ യുഗേന്നോ ഇത് പറയുന്നത്, ഓരോ യുഗാന്തരങ്ങളിൽ എന്ത് ചെയ്യും, ദൈവം അവതരിക്കുമെന്ന വിശ്വാസം, ദൈവത്തിന് അവതാരങ്ങൾ ഉണ്ടാകുമെന്ന വിശ്വാസം. സൂഫികൾ അതേ കാര്യം ഇവരുടെ പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതേ കാര്യം. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒളിയാണ് ആദമിന്റെ മുതുകിലുണ്ടായിരുന്നത്, പിന്നെ നൂഹ് നബിയുടെ മുതുകിലുണ്ടായിരുന്നത്, ഇങ്ങനെ ഇങ്ങനെ കൈമാറി കൈമാറി വന്നു എന്ന ഈ വിശ്വാസം അതിൽ നിന്ന് അവർ പകർത്തിയതിൻ്റെ അടയാളങ്ങളിൽ ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നല്ലെങ്കിൽ അള്ളാഹു തന്നെ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗങ്ങളിലൊന്ന്, അവൻ്റെ ദിവ്യ ശക്തികളിലൊന്ന് എന്ന് ഇവരുടെ വാക്കാണ് ഞാനീ പറയുന്നത്, ഞാനായി പറയുന്ന വാക്കല്ല. അവരുടെ വാദപ്രകാരം ഇത് സൃഷ്ടികളിൽ ഉണ്ടാകും എന്ന വിശ്വാസം. ഹുലൂൽ പല രൂപത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞേക്കാണ് ഹുലൂൽ. ചിലർ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് സൃഷ്ടികളിൽ ചിലരിലുള്ളത്. ഉദാഹരണത്തിന് ഷിയാക്കൾ പറഞ്ഞതുപോലെ അലി ഇബ്നു അബി താലിബിനെ കുറിച്ച്. അലി ഇബ്നു അബി താലിബിൽ ഇസ്നാശരികൾപ്പെട്ട ചിലരുടെ വാദപ്രകാരം അലി ഇബ്നു അബി താലിബ് അള്ളാഹു തന്നെയാണ്. ഇത് ഈ വാദം അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന യഹൂദി അവൻ പറഞ്ഞപ്പോൾ അലി ഇബ്നു അബി താലിബ് അവനെ കത്തിച്ച് കളയാൻ തീരുമാനമെടുത്തു. അത് മറ്റുള്ളവർക്ക് ഗുണപാഠമാകുന്ന രൂപത്തിൽ ശിക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇയാൾ പറഞ്ഞു, കണ്ടില്ലേ, കത്തിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, നിങ്ങൾ ശരിക്കും റബ്ബ് തന്നെയാണ് എന്ന് അയാൾ പറഞ്ഞു എന്നാണ്. അതുപോലെ തന്നെ അപ്പൊ ചിലർ പറഞ്ഞു ദൈവത്തിന്റെ ഭാഗങ്ങൾ സൃഷ്ടികളിൽ ഉണ്ടാകും. വേറെ ചിലർ പറഞ്ഞു ഇല്ല, ദൈവം തന്നെ സൃഷ്ടിയായി വരും. അതാണ് നസ്രാനികളുടെ വിശ്വാസം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരായി വന്നപ്പോൾ അവർ പറഞ്ഞു, ഇവരുടെ നസ്രാനികളുടെ വാദപ്രകാരം ദൈവമായിരുന്നു എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം എല്ലാ ആരോപണങ്ങളിൽ നിന്നും പലയിടത്തും ഖുർആനിൽ നമ്മൾ കേൾക്കുന്നില്ല, സുബ്ഹാനല്ലാഹി അമ്മ യസിഫൂൻ, അവർ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്. ഇതിൻ്റെയൊക്കെ ഇത്തരം വാക്കുകളുടെ ഗൗരവം എന്ന് ആലോചിച്ച് നോക്കൂ. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹു മകനായി വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാഭാവികമായ പരിണിതി എന്താണ്? കുറെ കാലം ഒരു സ്ത്രീയുടെ ആർത്തവ രക്തത്തിൽ നിന്ന് ശരീരത്തിൻ്റെ ആരോഗ്യം പറയാ ഊർജം വലിച്ചെടുത്തുകൊണ്ട് ഒരു മാതാവിൻ്റെ ഗർഭപാത്രത്തിനുള്ളിൽ ദൈവം കിടന്നിരുന്നു എന്നാണ്. നഊദുബില്ലാഹ്. എന്നിട്ട് ഒരു സ്ത്രീയുടെ ഗുഹ്യസ്ഥാനത്തിനുള്ളിലൂടെ പുറത്തു വന്നു എന്നാണ് ദൈവം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നിട്ടോ ദൈവം
ദൈവത്തെ അവരെ അടിച്ചു. നഊദു ബില്ലാഹ്. ഇബ്നുൽ ഖയ്യിം അദ്ദേഹം പറയാണ്, ആ സന്ദർഭത്തിൽ ദൈവത്തിന് അവരെ തൃപ്തി ഉണ്ടായിരുന്നോ? തൃപ്തി ഒന്നല്ലെങ്കിൽ സമ്മതിക്കുകയാണെങ്കിൽ തൃപ്തി ഉണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. ദൈവത്തെ വേദനിപ്പിക്കാൻ അവർ സമ്മതിച്ചുവെങ്കിൽ ദൈവത്തെ തൃപ്തി. അപ്പൊ അവർ ചെയ്ത നന്മയായിരിക്കണം. ഇല്ല, ദൈവത്തിന് തൃപ്തിയില്ലാതെയാണ് ദൈവത്തെ അവർ വേദനിപ്പിച്ചതെങ്കിൽ ദൈവത്തിന് അടിക്കാൻ പറ്റുന്ന സൃഷ്ടിയോ? എന്താ നിങ്ങൾ? എന്നിട്ട് ദൈവത്തെ അവർ, അദ്ദേഹത്തിന്റെ കവിതയുണ്ട്, മനോഹരമായ കവിതയാണ്, വിശദമായി പറയാൻ സമയം കൂടുതൽ എടുത്തു പോകും. അതുപോലെ തന്നെ സൂഫികളുടെ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്, പഴച്ച സൂഫികൾ അവരുടെ വാദങ്ങളിൽപ്പെട്ടതാണ് വഹ്ദത്തുൽ വജൂദ്, അതല്ലെങ്കിൽ അഖീദത്തുൽ ഇത്തിഹാദ്. ഇത് എന്താണ് എന്നതിൽ സൂഫികളുടെ എന്ത് ആശയത്തെ വിമർശിച്ചാലും സൂഫികളിൽപ്പെട്ട അതിൻ്റെ സ്വാധീനം ബാധിച്ച ആളുകൾ പറയും, നിങ്ങൾ സൂഫി ആയിട്ട് വിമർശിക്കണം. നസ്രാനിയെ വിമർശിക്കണമെങ്കിൽ ആദ്യം നസ്രാനി ആവണം, യഹൂദനെ വിമർശിക്കണമെങ്കിൽ ആദ്യം യഹൂദനാകണം, സയനിസ്റ്റിനെ വിമർശിക്കണമെങ്കിൽ ആദ്യം സയനിസ്റ്റ് ആവണം എന്ന് പറയാൻ തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും? സൂഫിയത്ത് പിഴച്ച വാദമാണ്. സൂഫികളാണ് എന്ന് പറയപ്പെട്ട ചില ആളുകൾ നല്ലവരായി ജീവിച്ചു എന്നതുകൊണ്ട്, അങ്ങനെ പറയപ്പെട്ട ആളുകളിൽ ചിലർ നല്ലവരായി ജീവിച്ചു എന്നതുകൊണ്ട് തസവൂഫിന്റെ വാദങ്ങൾ അപകടമാകാതിരിക്കുന്നില്ല. അതിൽ പലതും പല അർത്ഥസാധ്യതകളുള്ളതാണ്. ജനങ്ങൾ അങ്ങേയറ്റത്തെ പഴവിലേക്ക് എത്തിക്കുന്ന തനിച്ച കുഫർ സൂഫിസത്തിന്റെ പേരിൽ എല്ലാ കാലഘട്ടത്തിലും ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഹദീസിൽ ഒതുങ്ങി നിൽക്കുക, അത് വേറെ നമ്മൾ പറയേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് വിശദീകരിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇത്തിഹാദ് എന്ന വിശ്വാസം. ഇത്തിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പറഞ്ഞു അള്ളാഹുവും സൃഷ്ടിയും ഒന്നാണ്. അപ്പൊ അള്ളാഹു സൃഷ്ടിയും ഒന്നാണ് എന്ന് പറയണമെങ്കിൽ അവർ പറഞ്ഞു ഇത് രണ്ട് എന്നില്ല, ഒന്ന് മാത്രമാണ്. ഇത്തിഹാദ് എന്ന വാക്കിന്റെ അർത്ഥമാകട്ടെ രണ്ടും കൂടി ചേരാനാണ്. ചേരണമെങ്കിൽ എന്തായിരിക്കണം? ചേരണമെങ്കിൽ രണ്ടായിരിക്കണം. അപ്പൊ അവർ പറഞ്ഞു സൃഷ്ടിയും സൃഷ്ടാവും ഒന്നാണ്, രണ്ടും വേറെയല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എനിക്ക് നാവുകൊണ്ട് പറയാൻ പ്രയാസമുള്ള വാക്കുകളാണ്. സൂഫികളാണ് എന്ന് ഇവർ കൊണ്ടാടിയ ഔലിയാക്കന്മാരാണെന്ന് പറഞ്ഞ് ഇവർ കൊണ്ടു നടന്ന ആളുകളിൽ ചിലർ ദിക്റായി ചൊല്ലിയിരുന്ന വാക്കുകൾ എന്തായിരുന്നു? ഇവർ പറഞ്ഞു ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ കണ്ണ ഇല്ലല്ലാഹ്, നഊദു ബില്ലാഹ്. ഈ വാക്ക് ഇവർ പറഞ്ഞിരുന്നു, ഇവരെ പുസ്തകങ്ങളിലുള്ളതാണ്. അത് അള്ളാഹു അല്ല, കണ്ണ് അള്ളാഹു അല്ലാതെയല്ല, മൂക്ക് അള്ളാഹു അല്ലാതെയല്ല. കാരണം എന്താ? എല്ലാം അള്ളാഹ് തന്നെയാണ്, രണ്ടില്ല. അള്ളാഹു എന്നും സൃഷ്ടി എന്നും പറയാവുന്ന കാര്യമില്ല, അള്ളാഹും സൃഷ്ടിയും ഒന്നാണ്. ഈ വിശ്വാസം ഇതാണ് ഇവർ ഈ പറയുന്ന കശ്ഫ് എന്ന് പറയുന്നത്. എന്നാൽ മറ അങ്ങ് നീങ്ങാനാണ്. രണ്ട് എന്ന ചിന്ത മാറി ഒന്നായിപ്പോയി. ഒന്നായി കഴിഞ്ഞാൽ പിന്നെന്താ? അവർ പറഞ്ഞു വ്യഭിചരിക്കുന്നവനും വ്യഭിചരിക്കപ്പെടുന്നവളും ഒരേ കാര്യമാണ്, പിന്നെന്താ കുഴപ്പം? ചിലർ പറഞ്ഞു റൊട്ടി തിന്നുമ്പോൾ അവർ പറഞ്ഞു അക്കല റബ്ബുൻ റബ്ബൻ, ഒരു റബ്ബിതാ മറ്റൊരു റബ്ബിനെയാണ് തിന്നുന്നത്. കാരണം എന്താ? റൊട്ടിയും റബ്ബാണ്, അവനും റബ്ബാണ്. നോക്കൂ വിശ്വാസത്തിന്റെ പിഴവ് എവിടെയാണ് ഇവരെ കൊണ്ടെത്തിച്ചു നോക്കൂ. ഇങ്ങനെ കടുത്ത ബലാലത്തുകൾ സൂഫിസം എന്ന പേരിൽ പണ്ടുകാലത്തേ ഉണ്ട്, അതിപ്പോൾ വീണ്ടും നല്ല നല്ല പേരുകളിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ട്. എന്നിട്ട് ഇതിന് പറയാ ഇത് മിസ്റ്റിക് ഇസ്ലാമാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യം, ആത്മീയ ആനന്ദം, ഇതിൽ പലതും കഞ്ചാവ് മയക്കുമരുന്നുമാണ് ഇതിന്റെ പിറകിലുള്ള. ഇതിന് പലതിന് പിറകിലുള്ള, പല തറീഖത്തുകളുടെ പിറകിലുള്ള ഇതാണ്. ഇതിന് പിറകിലുണ്ടായിരുന്ന പല ആളുകളൊക്കെ സംസാരിച്ചു. ഇവർ ഈ ആത്മീയത എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭാവന ലോകത്തിരിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കശ്ഫല്ല, ശൈത്താൻ ഉണ്ടാക്കുന്നതാണ്, പിശാച് ഉണ്ടാക്കുന്നതാണ്. ഒരായത്തിൽ കുറിച്ച് ഓതിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമാണ് പലതിനും. ഇത് ഞാൻ തമാശയായി പറയുന്നല്ല, ഈ പറഞ്ഞ വലാലത്തിന്റെ കുഴിയിലേക്ക് ചാടിയ ആളുകളെ രക്ഷപ്പെട്ടോളും. നിങ്ങളെ ദുനിയാവും ആഖിറവും ഇത് തകർത്ത് കളയും. ഒക്കെ റുബൂബിയത്തിലുള്ള പിഴവുകളിൽ നിന്ന് വന്നതാണ്. അള്ളാഹു ഇല്ല, റബ്ബ് മർബൂബ് എന്നില്ല. റബ്ബും മർബൂബും ഒന്നാണ്, ഖാലിഖും മഖ്ലൂഖും ഒന്നാണ്. ഈ വാദം സൂഫികൾക്കുണ്ട്. അതുകൊണ്ടാണ് സൂഫികളിലെ വലിയ വലിയ ഉലിയാക്കന്മാരെ പറഞ്ഞു നടക്കുന്ന പല ആളുകളും
വ്യഭിചാരികളായ സ്ത്രീകളോടൊപ്പം കാണപ്പെട്ടു. ചില സ്ത്രീകൾ ഇവരുടെ മുരീദാത്തുകളാണ്, എന്നാൽ ഷെയ്ഖിന്റെ മുരീദത്താണ്. അങ്ങനെ വിഭജിക്കാൻ എന്താ വിചാരത്തിന് എന്താ തടസ്സം? എന്ത് തടസ്സമാണ് വേണ്ടത്? കാരണം സ്ത്രീയും ഇവനും ഒന്ന് തന്നെ എന്നതാണ് വിശ്വാസം. ഇത്തരം വിശ്വാസങ്ങൾ ഇതിലൂടെ അള്ളാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകൾ, അതാണ് ഇവർ ഈ പറയുന്നത് നിസ്കരിക്കേണ്ടില്ല എന്നറിയുന്നത്. കാരണം എന്തിനാ നിസ്കരിക്കുന്നു? ഓൻ തന്നെ റബ്ബല്ലേ, പിന്നെ നിസ്കരിക്കുന്നു? ആർക്കു വേണ്ടി നിസ്കരിക്കുന്നത്? ഞാൻ എന്നെ തന്നെ ആരാധിക്കുക എന്നാണ് അവൻ ചോദിക്കുന്നത്. നിസ്കരിക്കാതെ നടക്കുന്ന ഔലിയാക്കന്മാരെ കാണുമ്പോൾ, ഇവർ ഔലിയാക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പരിഹസിക്കും. സൂഫി അഖീദ പഠിച്ചവന്റെ കണ്ണിൽ അവൻ ചിന്തിക്കുന്നുണ്ട് ഇവർക്കൊന്നും വിവരമില്ല, അതുകൊണ്ടാണ് പരിഹസിക്കുന്നത്. എന്താ നമുക്കുള്ള വിവരമില്ലായ്മ? ഇവർക്കൊന്നും രണ്ട് എന്നതാണ് ഇവർ ഇപ്പോഴും കാണുന്നത്. നമ്മളൊക്കെ കാണുന്ന ഒന്നായാണ്. ഈ ഒന്ന് എന്ന അവസ്ഥയിലേക്ക് എത്തലാണ് കശ്ഫ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി കുറെ ഇരുട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ 40-30 ദിവസം ഇരുട്ടിലിരുന്നാൽ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് റബ്ബല്ല, പിശാചാണ്, ശൈത്താനാണ്. ഇത് മുൻഗാമിയുള്ള അഹ്ലുസുന്നത്തെ പണ്ഡിതന്മാർ പലരും ഈ ഇതിന്ന് വന്ന ആൾക്കാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ശൈത്താനാണ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. തരീഖത്തിന്റെ സദസ്സുകളിൽ പണ്ടൊരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നു, അല്ലാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളില്ല. ശരി, നീ അള്ളാഹിനെ കണ്ടിട്ടുണ്ടോ? സാക്ഷ്യം വഹിക്കാൻ നീ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? അപ്പൊ സാധാരണക്കാരൻ സ്വാഭാവിക എന്താ പറയാ, അള്ളാഹ് ഞാൻ കണ്ടിട്ടില്ല. കാണാത്ത കാര്യം നീ എങ്ങനെ സാക്ഷ്യം പറയും? എങ്ങനെ നീ സാക്ഷ്യം പറയുന്നു? ഖുർആനിൽ കണ്ടിട്ടാണ് നീ സാക്ഷ്യം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് കേട്ടിട്ടാണ് നീ സാക്ഷ്യം പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലും അറിയിച്ചത് പ്രകാരമാണ് നമ്മുടെ സാക്ഷ്യം. വകഫാ ബില്ലാഹി ഷഹീദ, അള്ളാഹു മതി സാക്ഷിയായി. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഷഹീദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അള്ളാഹു മലക്കുകളും പണ്ഡിതന്മാരും ഇത് സാക്ഷ്യം പറയുന്നു. എങ്ങനെ സാക്ഷ്യം വഹിച്ചത്? ഇങ്ങനെയാണ് സാക്ഷ്യം വഹിച്ചത്. ഇവർ പറഞ്ഞു, അള്ളാഹിനെ കണ്ടിട്ടില്ല, കണ്ടിട്ടില്ല. എന്നാ എൻ്റെ ഒപ്പം ഷെയ്ഖിന്റെ ഒപ്പം കൂടിയാൽ നിനക്ക് അള്ളാഹുവിനെ കാണാം. ഈ കാണിച്ചു തരാമെന്ന് പറഞ്ഞിവർ കൊണ്ടുപോകുന്നത് പിശാചിന്റെ അടുത്തേക്കാണ്. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത വിധത്തിൽ പിശാച് നിങ്ങളുടെ കൂട്ടാളിയാവുക എന്നതാണ് അതോടുകൂടി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഖൗം ഇപ്പൊ പാടിക്കൊണ്ടിരിക്കുന്നത് ഭ്രാന്തായാൽ എന്തു സുഖം എന്ന് പറയുന്നത്. എന്നായിക്കോട്ടെ, ഭ്രാന്തന്മാർ കുറേയുള്ള സ്ഥലം ഉണ്ടല്ലോ, നിങ്ങൾ എന്താ അവിടെ പോയി താമസിക്കാത്തത്? ഭ്രാന്താലയങ്ങളുണ്ടല്ലോ. ഇതാണ് ഇത്ര സുഖമെങ്കിൽ അവിടെ പോയി നിന്നൂടെ? ഭ്രാന്താണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ. ഇപ്പൊ ധാരാളമായി പാടിക്കൊണ്ടിരിക്കുക ഭ്രാന്തായാൽ എന്ത് സുഖം. സൂഫി അഖീദയെ പണ്ട് മുതലേ അത് കേരളത്തിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട്. സൂഫി ഇസ്ലാം ഒരു നാട്ടിൽ പ്രചരിച്ചാൽ ആ ഇസ്ലാം മയ്യിത്താണ്, ജീവനില്ലാത്ത ഇസ്ലാമാണ്. അതുകൊണ്ട് ഒരു കാര്യമില്ല, അതിലൊരു നിസ്കാരമില്ല, അതിൽ നോമ്പുമില്ല, ഇബാദത്തുല്ല, ഹലാലുല്ല, ഹറാമുല്ല. കാരണം എന്താ? ഇങ്ങനെ ഭ്രാന്തന്മാരായ കുറച്ച് ആൾക്കാരെ കിട്ടാന്നല്ല. അള്ളാഹുവിന്റെ റസൂലും നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഖുർആൻ അവതരിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തെ എങ്ങനെ നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, മെൻഹജുസ് സലഫ് എന്നതിന്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഈ ജാതി പഴച്ച വിശ്വാസങ്ങൾ വരുമ്പോൾ അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും സ്വർഗത്തിലാണ്. അവർക്ക് ഈ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഈ പറഞ്ഞ ഹഖീഖത്ത് ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. ഇങ്ങനെ ഹഖീഖത്ത് അവർ അറിഞ്ഞിട്ടില്ല. ഇത് ഈ പറഞ്ഞ രൂപത്തിൽ പഴച്ച വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ റുബൂബിയത്തിൽപ്പെട്ട പഴവുകളിൽപ്പെട്ടതാണ് ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ. നക്ഷത്രങ്ങളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ജ്യോതിഷം ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഒരു നക്ഷത്രം അങ്ങോട്ട് മാറി ഇതിങ്ങോട്ട് മാറിയാൽ ഈ നക്ഷത്രങ്ങളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്, പ്രപഞ്ചത്തിൽ മാറ്റങ്ങളുണ്ട്. ഇത് റുബൂബിയത്തിലുള്ള പഴവിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇതുമായി ചേർന്ന് സൂഫികൾ ഉണ്ടാക്കി തീർത്ത വേറെയും കുറേ. നമ്മുടെ നാട്ടിൽ ഒരിക്കൽ കോഴിക്കോടൊക്കെ ഉണ്ടായിരുന്നത് പച്ച ബോർഡൊക്കെ ഇട്ടിട്ട് ഇസ്ലാമിക് ജ്യോതിഷം എന്ന പേരിൽ. എന്നിട്ട് ഖൗമിന്റെ അടുത്തിരുന്ന് നിങ്ങൾ ബസ്സിലോ ഇരുന്നിട്ട് എങ്ങാനും പെട്ടുപോയി സംസാരിക്കേണ്ടി വന്നാൽ ദുനിയാവിൽ ഇന്ന് വരെ ഒരാൾ പറയാത്ത വാദങ്ങളായിരിക്കും കേൾക്കുക. ഭൂമിയിലെ മണ്ണ് അങ്ങനെയാണ്, ആകാശത്ത് നക്ഷത്രം ഇവിടെയാണ്, അപ്പൊ നിനക്ക് ഇങ്ങനെയാകും, മറ്റൊരുക്ക് അങ്ങനെയാകും. ഈ ഇതൊന്നും മാ അൻസല അല്ലാഹു ബിഹ മിൻ സുൽത്താൻ, അള്ളാഹു ഒരു തെളിവ് അവതരിപ്പിച്ചിട്ടില്ലാത്ത കാര്യം. അതുപോലെ അതിൽപ്പെട്ടതാണ്
സൂഫികൾ പറഞ്ഞു പേടിപ്പിക്കുന്ന പല വാക്കുകളും, അബ്ദാലുകൾ, അഖ്താബുകൾ, ഞാൻ ഇതിന്റെ വിശദീകരണം പറയാൻ സമയമില്ല എന്നുള്ളത് നിർത്തുകയാണ്. അബ്ദാൽ, അഖ്താബ്, ഗൗസ്, ഇതൊക്കെ ഇവരുണ്ടാക്കി വെച്ച കുറച്ച് പദവികളാണ്. ഇതൊക്കെ ഇവരുണ്ടാക്കി. ഈ നമ്മളെ നാട്ടിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് അള്ളാഹുൽ വിശ്വാസം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇവർ പറയും അത് ഗോത്രദൈവമാണ്, ഉപദൈവങ്ങൾ ഉണ്ടായിരുന്ന ഗോത്രദൈവമാണ്. ഇവർ ഈ പറയുന്ന വിശ്വാസം ഇതാണ്, ഈ ഉപദൈവങ്ങളുടെ വിശ്വാസമാണ്. അബ്ദാൽ എന്ന് പറഞ്ഞാൽ ഇവർ പറഞ്ഞു 7 ആൾക്കാരാണ്. 7 ആൾക്കാർ ഓരോ പദവികളിലാണ്. ഇവരാണ് പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അഖ്താബ് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക് 4 സ്ഥലങ്ങളിലും 4 ആൾക്കാർ. ധാരാണെന്നുള്ള തമ്മിൽ തല്ല് ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഈ റിഫാഇ തരീഖത്തും ഖാദിരിയ തരീഖത്തും തമ്മിലുള്ള ഈ മത്സരത്തിലാണ് വഹിദി മാലയിലും അതുപോലെ തന്നെ മറ്റ് മാലകളിലുമൊക്കെ ഷെയ്ഖിന്റെ പവർ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മത്സരം ഉണ്ടായത്. ഒരു തരീഖത്തുകാരൻ പറയും നമ്മളെ തരീഖത്ത് സ്വീകരിച്ചാൽ മുരീദന്മാർക്കെല്ലാം സ്വർഗം. അപ്പോ എനിക്ക് ഏത് തരീഖത്താണെന്ന് അറിയില്ല, മുഹദ്ദീൻ ഖാദിരിയ തരീഖത്താണ് എൻ്റെ ഓർമ്മ. തരീഖത്തുകാരൻ എഴുതി നമ്മളെ ഷെയ്ഖ് ഗർഭത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അള്ളാഹിനോട് 4 സ്വർഗം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒന്നും കൂടിയല്ല, 4 മുരീദായ മതി, 4 സ്വർഗമുണ്ട്, അവിടെ വേറൊരാൾക്കും പ്രവേശനമില്ല എന്നാണ്. ഇത് മാലയിൽ കയറി പറ്റിയത് എങ്ങനെയാണ്? ഈ ജാതി കള്ളത്തരങ്ങൾ ചില മാലകളിൽ കാണാൻ പറയാൻ പ്രയാസമുള്ള കാര്യങ്ങൾ. അതൊക്കെ പോയി മേലക്ക് പോയി അവസാന അർശിന്റെ മുകളിൽ പോയപ്പോ ആരെ കണ്ണ്? ഷെയ്ഖിനെ കണ്ടു. ഈ കഥകൾ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ മത്സരിച്ചത്? ഇതുകൊണ്ടാണ്. തരീഖത്തുകൾ തമ്മിലുണ്ടായ മത്സരമാണ്. എന്നിട്ട് ഇന്ന് കുറച്ച് ആളുകൾ ഒരു മധ്യസ്ഥ സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തസവൂഫ് എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്. ആ പറഞ്ഞ നിങ്ങൾ ഈ പറയുന്ന നല്ല തസവൂഫ് എന്ന് നിങ്ങൾ വിളിക്കുന്ന തസവൂഫ് ഇന്ന് ഭൂമിയിലില്ല. അത് ഉണ്ടെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദയിലേ ഉള്ളൂ. അത് മനസ്സിനെ നന്നാക്കുന്ന, ഈമാനിനെ നന്നാക്കുന്ന, സ്വഭാവത്തെ നന്നാക്കുന്ന അതൊക്കെ ഉള്ളത് എവിടെയാണ്? അഹ്ലുസുന്നത്തിന്റെ അടുത്ത് തന്നെ. വേറെ എവിടെയും നിങ്ങൾ അതിന് പോണ്ടില്ല. തസവൂഫ് ഈ കാലഘട്ടത്തിൽ പലരെയും പല കോലത്തിൽ, ഇന്ന് കുറെ ബുദ്ധിജീവികളായ ആളുകൾ ഇതിന്റെ പിറകിലുണ്ട്. അവർക്കത് ഈ ടീമാണ് ഈ സിനിമകളുടെ പിറകിലും സംഗീതത്തിന്റെ പിറകിലും ഒക്കെ ഉള്ളത്. കാരണം എല്ലാം ഹലാലാണ്, എന്തും കുഴപ്പമില്ലാത്ത കാര്യമാണ്. അതുപോലെ ഖുതുബ്, ഗൗസ്, ഇതൊക്കെ അതിൽ നിന്ന് വന്ന. ഗൗസുൽ ആദം, എന്താ ഗൗസുൽ ആദം എന്ന് പറഞ്ഞാൽ? ഖുതുബ് എന്ന് പറഞ്ഞത് ഇവർ പറഞ്ഞു പ്രപഞ്ചത്തിൽ ഓരോ കാലഘട്ടത്തിലും പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒരു വ്യാഖ്യാനം ഇതാണ്, ഖുതുബ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിക്കുന്ന ഒരാളാണ്. അയാളാണ് കാര്യങ്ങളുടെ ഒക്കെ കേന്ദ്ര ബിന്ദു. അയാളാണ് നോക്കുക അള്ളാഹു. നഊദു ബില്ലാഹ്, അവർ പറഞ്ഞ വാക്ക്. ഈ ആളോട് എപ്പോൾ സഹായം തേടുന്നോ അപ്പോൾ അയാളെ വിളിക്കാവുന്ന പേരാണ് ഗൗസ്. അതുപോലെ നുജബ, നുഖബ, ആരിഫ്, ഇതൊക്കെ സൂഫികൾ പറഞ്ഞുണ്ടാക്കിയ വാക്കുകളാണ്. ഇതിനൊക്കെ മറുപടിയായി ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഒരു ആയത്തുണ്ട്. സൂറത്തു യൂസുഫിൽ അതുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ജയിലിലുള്ള തൻ്റെ 2 കൂട്ടുകാരോട്, അല്ലെ തൻ്റെ 2 ഒപ്പമുണ്ടായിരുന്ന തൻ്റെ 2 സഹ തടവുകാരോട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, യാ സാഹിബൈ സിജിൻ അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ജയിലിലുള്ള എൻ്റെ കൂട്ടുകാരെ, അർബാബും മുതഫർരിഖൂൻ, വ്യത്യസ്തങ്ങളായ ദൈവങ്ങളാണോ നല്ലത്? ഖുതുബ്, ഗൗസ്, അബ്ദാൽ, നുഖബാ, നുജബാ, ഇതാണോ നല്ലത്? അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനായ സർവ്വതിനെയും അധീശപ്പെടുത്തിയ റബ്ബാണോ നല്ലത്? അവനെ മാത്രം വിളിച്ചു തേടുന്നതാണോ നല്ലത്? ما تعبدون من دونه إلا أسماء سميتموها أنتم وآباؤكم ما أنزل الله بها من سلطان. നിങ്ങളുടെ പിതാക്കന്മാരും ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് പേരുകളെയാണ്, നിങ്ങളായിട്ട് സ്വന്തം ഉണ്ടാക്കിയതാണ്. മാ അൻസല അല്ലാഹു ബിഹാ മിൻ സുൽത്താൻ, അള്ളാഹു ഇതിന് തെളിവ് അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അഖീദ ശ്രദ്ധിക്കുക. അഖീദ ഒരു നിസ്സാരമായ വിഷയമല്ല, ഒരു ചെറിയ വിഷയമല്ല. പലപ്പോഴും ആളുകൾക്ക് ചിലരെങ്കിലും ചിലപ്പോൾ പറയും ഇതിലൊരു തസ്കിയ ഇല്ല,
അഖീദ പഠിക്കുമ്പോൾ നമ്മളൊരു മനസ്സിനൊരു അങ്ങനെ ചിന്തിക്കരുത്. അഖീദ സഹോദരങ്ങൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അടിത്തറ അതാണ്. അതിൽ പഴച്ചു പോയി കഴിഞ്ഞാൽ അവൻ്റെ പിഴവ് ചിലപ്പോൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലായിരിക്കും ചെന്നെത്തുക. എപ്പോഴും അഖീദ നന്നായി പഠിക്കുക, ഇത്തരം പിഴച്ച വാദങ്ങളെ മനസ്സിലാക്കുക. ഇന്നാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നതുപോലെ അവിടുന്ന് പറഞ്ഞല്ലോ, ഫിത്നകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വന്നെത്തുന്ന ഒരു കാലമാണിത്. ഒരു ഫോണിൽ ജസ്റ്റ് ഒരു കൈയൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി, ചിലപ്പോൾ നമ്മെ സ്വർഗത്തിൽ നിന്ന് കാതങ്ങൾ അകലേക്ക് എത്തിക്കാൻ സാധിച്ചേക്കാവുന്ന ഒരു ഫിത്നയായിരിക്കും അടുത്തത് വരുന്നത്. എൻ്റെ അടുത്ത് വരുന്നത് നമുക്കറിയില്ല. അതാകട്ടെ ചിലപ്പോൾ 1 മിനിറ്റേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ 1 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തെ ആകെ ഇഷ്കാലിലാക്കി കളയാനുള്ളത് അതിൽ തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ അഖീദ എപ്പോഴും പഠിക്കുക, എപ്പോഴും ശരിയാക്കി വെക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാനും ഹിദായത്ത് നിലനിർത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي فيها معادنا، واجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك صلى الله عليه وسلم، ونعوذ بك من شر ما عاذ به عبدك ونبيك. اللهم اغفر لنا ذنوبنا كلها دقها وجلها صغيرها وكبيرها سرها وعلانيتها. اللهم اغفر لنا ما قدمنا وما أخرنا وما أسررنا وما أعلنا. اللهم ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.